മായ നിയമങ്ങൾക്കുള്ളിൽ, കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിന്റെ ഉള്ളിലാണ് നമ്മൾ ജീവിക്കുന്നത്. ജനിക്കുമ്പോ തൊട്ട് മരിക്കുമ്പോ വരെ അങ്ങനെ ജീവിക്കാൻ വേണ്ടി നമ്മൾ നിർബന്ധിക്കപ്പെടുവാണ്. അപ്പോ അതൊക്കെ ആ ഒരു ഫ്രെയിമിന്റെ അപ്പുറത്ത് നിന്നുകൊണ്ട് നമുക്ക് കുറച്ച് സംസാരിക്കാൻ, ഒരുപാട് കാര്യങ്ങൾ പറയാം. ആ ഫ്രെയിമിന്റെ അപ്പുറത്ത് നിന്ന് കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സെക്ഷൻ. നമ്മുടെയൊക്കെ ജീവിതം ഒരുപക്ഷെ ഒരു പുട്ടുകുറ്റി ജീവിതമാണ്. നമ്മുടെ പുറത്ത് നിന്ന് ആരൊക്കെയോ തള്ളി വിടുന്നു, ഒരു ഹാൻഡ് മെയ്ഡ് സ്റ്റീം കേക്സുകളാവുകയാണ് നമ്മളൊക്കെ. അപ്പൊ ഈ ഒരു സെക്ഷൻ എനിക്ക് തോന്നുന്നു അതിന് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഗസ്റ്റിനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. മൈത്രേയൻ ആ ഒരു ഫ്രെയിമിന്റെ പുറത്ത് നിന്ന് ജീവിച്ച മനുഷ്യനാണ്. നമുക്കെല്ലാം നോക്കി പഠിക്കാൻ പറ്റിയ, കേരളത്തിൽ അങ്ങനെ കുറച്ച് ജീവിതങ്ങളെ ഉള്ളു നോക്കി പഠിക്കാൻ പറ്റിയ. അപ്പൊ അങ്ങനെ നോക്കി പഠിക്കാൻ പറ്റിയ ഒരു തുറന്ന ജീവിതത്തിന്റെ ഉടമയാണ്. അപ്പൊ മൈത്രേയനെ കുറിച്ച് പറയുവാന്നുണ്ടെങ്കിൽ, മൈത്രേയൻ തത്വചിന്തകനാണ്, ആക്ടിവിസ്റ്റ്, റിട്ടയർഡ് ആക്ടിവിസ്റ്റ് ആണ്. അതുപോലെ തന്നെ അതിൽ എല്ലാത്തിനും ഉപരി പച്ചയായ ഒരു മനുഷ്യനാണ്. നമുക്ക് ഇന്നിവിടെ സംസാരിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു വ്യക്തിയാണ്. അപ്പൊ നമുക്ക് അധികം ഇങ്ങനെ സംസാരിച്ച് ബോറടിപ്പിക്കാതെ നമുക്ക് ഡിസ്കഷൻസ് സ്റ്റാർട്ട് ചെയ്യാൻ തോന്നുന്നു. അപ്പൊ ഞാൻ തന്നെ ഡിസ്കഷൻ തുടങ്ങി വെക്കുവാണ്. എനിക്ക് തോന്നിയിട്ടുള്ള ഒരു സംശയം ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്റെ സംശയം എന്താന്ന് വെച്ചാല്, നമ്മുടെ ഇപ്പൊ ഈ പരിപാടിയുടെ പേര് തന്നെ ഒളിപ്പിക്കാൻ ഒന്നുമില്ല, സ്പീക്കിംഗ് ലൗഡ്ലി എന്നൊക്കെയാണ്. പക്ഷെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാൻ കഴിയാറില്ല. ലൈംഗികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തുറന്നു പറയാൻ കഴിയാറില്ല. അത് മാത്രമല്ല, അങ്ങനെ സംസാരിക്കുന്നത് മോശമാണെന്നൊരു കൺസെപ്റ്റ് വരെയുണ്ട്. ഇപ്പൊ നമ്മുടെ തെറികളൊക്കെ എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം, അതിലുള്ള ലൈംഗിക ചൊവ്വ എടുത്ത് നോക്കിയാൽ തന്നെ നമുക്ക് ആ കാര്യം മനസ്സിലാവുന്നതാണ്. അപ്പോ അങ്ങനെ ആയി തീർന്നത്, നമ്മുടെ തെറികളൊക്കെ അങ്ങനെ ലൈംഗിക ചൊവ്വയുള്ളതായി തീർന്നത്, അതുപോലെ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തുറന്ന് സംസാരിക്കാൻ പറ്റാതായി തീർന്നത്, അതൊക്കെ എന്തുകൊണ്ടായിരിക്കും? മൈത്രേയൻ സംസാരിക്കാമോ? ശരിക്കും പറഞ്ഞാല് ഞാനുമൊക്കെ അതിന്റെ മുകളില് ഗ്രാപ്പിൾ ചെയ്ത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു മേഖലയാണ്. അത് കുറച്ച് ഉത്തരങ്ങളങ്ങ് പറയുന്നു. ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാനായിട്ടുള്ള, അല്ലെങ്കിൽ ആ ദിശയിലേക്ക് നോക്കാനായിട്ട് സഹായിക്കുന്ന തരത്തിൽ മാത്രം മനസ്സിലാക്കിയാൽ മതി. അത് ചരിത്രത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ്. അപ്പൊ അതിനെപ്പറ്റി നമുക്കിപ്പോ ഒരു എവല്യൂഷണറി അണ്ടർസ്റ്റാൻഡിങ് നമ്മുടെ ജീവിതത്തിനെ പറ്റി ഉള്ളത് കൊണ്ട് ഒരു എന്താ പറയണ്ട, ഹൈപ്പോത്തറ്റിക്കലായിട്ട് സംഭവിച്ചത് അങ്ങനെ ആകാം എന്ന് പറയുന്നതല്ലാതെ അത് തന്നെയാണ് എന്ന് വാശിയോടെ പറയുകയല്ല. അപ്പൊ നിങ്ങളും ആ നിലവാരത്തിൽ വേണം അതിനെല്ലാം മനസ്സിലാക്കേണ്ടത്. പക്ഷെ ആ മനസ്സിലാക്കലിനകത്ത് നമുക്കൊരു ടൂളുണ്ട്, നമുക്ക് എവല്യൂഷണറി ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിനുള്ള ഒരു ടൂളുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒന്ന് പരിശോധിക്കാവുന്ന ഒരു കാര്യമാണ് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു. അത് ഒരു പ്രധാന കാരണം ഈ ലൈംഗികത തന്നെ തെറിയായി മാറിയത് എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് ആലോചിക്കാവുന്ന ഒന്ന്, നമ്മള് ഒരു മനുഷ്യര് ഈ ലൈംഗികത ഒരു മനുഷ്യരുടെ ഇടയിൽ ഇത് ജലസി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. ഏറ്റവും ശക്തമായ ജലസി നമ്മളിലെ ഉൽപ്പാദിപ്പിക്കുന്ന ഒന്നാണ്. അപ്പോ പണ്ടേ മനുഷ്യർ തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് അവരൊരു ഗ്രൂപ്പിനകത്തു നിന്ന് ഒരു പെയർ ഇണ ചേരുന്ന ആരായാലും, അത് ആണും പെണ്ണും തമ്മിലുള്ളതാകാം, അല്ലെന്നുണ്ടെങ്കിൽ ആണും ആണുമാകാം, പെണ്ണും പെണ്ണുമാകാം, പക്ഷെ ഇണ ചേരുക എന്ന് പറയുന്ന ആ പ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോൾ അത് അതിന്റെ ഒരു സ്വകാര്യത ഉണ്ടാകാൻ അവർക്ക് ആഗ്രഹമുണ്ട്. ഇപ്പൊ പെയർ ബോണ്ടിങ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന നിലവാരത്തിലാണ് അത് സംഭവിക്കാറുള്ളത്. അപ്പൊ ഗ്രൂപ്പിനകത്തു നിന്ന് ഒരു മറവിലേക്ക് മറ്റുള്ളവർ കാണാൻ അത് ചെയ്യാതെ, അത് ഈ ജലസി ഉൽപ്പാദിപ്പിക്കുന്ന ആയതുകൊണ്ട് രണ്ടുപേര് തമ്മിൽ സ്വകാര്യമായി ഇരിക്കുന്നത് കാണുമ്പോൾ അവരോട് തന്നെ ഇഷ്ടം തോന്നുന്ന ആളുകൾ കോമ്പറ്റീറ്റീവ് ആയിട്ട്, പുരുഷന്മാരുടെ ഇടയിൽ അവർ വളരെ കോമ്പറ്റീറ്റീവ് ആയിരിക്കും. സ്ത്രീകൾക്കായാലും ശരി, അവരുടെ ഇഷ്ടക്കാരനായിരിക്കുന്ന ആൾ വേറൊരാളുമായി ബന്ധം ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കുന്ന ജലസിയാണ്. ഈ ജലസി ഉൽപ്പാദിപ്പിക്കുന്നത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവരെ സംബന്ധിച്ചോ, അല്ലെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പെയർ ചെയ്യുന്നവർ തമ്മിലോ, അല്ലെങ്കിൽ ഒരു ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതോ, സ്വകാര്യമായി ഇരിക്കുന്നതോ, അത് ഏതുമായാലും ജലസി ഉൽപ്പാദിപ്പിക്കപ്പെടും.
അപ്പൊ അത് മറ്റുള്ളവരിൽ നിന്ന് മാറിയിരിക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നമ്മളിലുണ്ട്. അപ്പം സ്വകാര്യത സൂക്ഷിക്കുക എന്ന് പറയുന്നത് ലൈംഗികമായ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇഷ്ടങ്ങൾ പോലും പ്രകടിപ്പിക്കുമ്പോൾ നമ്മൾ പേര് ചെയ്ത് മാറിയിരിക്കുക എന്ന് പറയുന്നത് ചെയ്യാറുണ്ട്. അതൊന്ന്. അപ്പൊ ജലസി ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ആ ജലസി എക്സ്പ്രസ് ചെയ്യുന്നത് ആ ലൈംഗികമായ കാര്യങ്ങളെ പറ്റി സൂചിപ്പിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും നമ്മൾ അത് എക്സ്പ്രസ് ചെയ്യുന്നത്. അതാണ് അതിന്റെ ഒരു മേഖലയുള്ളത്. അതുപോലെ തന്നെ ഈ രണ്ടുപേര് തമ്മിലുള്ള ബന്ധത്തിനകത്ത് മറ്റുള്ളവർക്ക് ഈ ജലസി കൊണ്ടുണ്ടാകുന്ന താല്പര്യം കൊണ്ട് അത് ഒളിഞ്ഞ് നോക്കുന്നവർ, നമ്മൾ ഇപ്പൊ പറയാറുള്ള പീപ്പിംഗ് ടോംസ് ഒക്കെ പറയുന്നത് പോലുള്ള മേഖലകളും കാര്യങ്ങളും എല്ലാം ഉണ്ടാവുകയും അത് ആ ഗോസിപ്പ് ചെയ്യുക എന്ന് പറയുന്നതാണ് മനുഷ്യരുടെ ഏറ്റവും വലിയ വിനോദങ്ങളിലൊന്ന്. വിനോദം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മറ്റു മനുഷ്യരെ പറ്റി പറയുന്നത്. ഗോസിപ്പ് എന്നുള്ള നിലവാരത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ മനുഷ്യരിടപെടുന്ന, ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നതുമാണ്. അപ്പൊ അതിനകത്തെ പ്രധാനമായിട്ടുള്ള സബ്ജക്റ്റ് തന്നെ ഇത് തന്നെയായിട്ട് മാറും. ഒരാളുമായി മറ്റൊരാളുമായി ബന്ധം ഉണ്ടാക്കി എന്ന് പറയുന്ന കാര്യങ്ങളായിരിക്കും അവർ പറയുന്നത്. ഈ ഗോസിപ്പ് ചെയ്യുന്ന മേഖലകൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ആളുകൾ മറ്റുള്ളവരെ പറ്റി പറഞ്ഞ് പരത്തുന്ന കാര്യങ്ങൾ എപ്പോഴും നമുക്ക് പ്രശ്നങ്ങളായിട്ട് മാറാറുണ്ട്. അതുകൊണ്ടാണ് ഒരു സംഘജീവി ആയിരിക്കുന്ന നമ്മൾ ഒരു കൂട്ടത്തിലാണ് എന്നും കഴിയുന്നത്. മനുഷ്യരൊരു കൂട്ടമാണ്. അപ്പൊ അത് കാരണം കൊണ്ട് മറ്റുള്ളവരുടെ അഭിപ്രായം എന്ന് പറയുന്നത് നമുക്ക് വളരെ പ്രധാനമായി മാറും. അപ്പൊ അത് അംഗീകാരം വേണം, നമുക്ക് മറ്റുള്ളവരുടെ അംഗീകാരം ആവശ്യമായ ജീവിയാണ്. അത് സംഘജീവി ആയതുകൊണ്ടാണ്. ഇതൊക്കെ ബേസിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഇതെങ്ങനെയാണ് ഇതൊക്കെ ഉരുത്തിരിഞ്ഞു വന്നതെന്നുള്ള അറിയണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന മറഞ്ഞിരിക്കുക എന്ന് പറയുന്നതും മറച്ചു വെക്കുക എന്ന് പറയുന്നതും ഒരു വശം. അത് തുറന്ന് കാട്ടപ്പെടുന്ന എല്ലാ സമയത്തും നമുക്ക് പ്രശ്നമായിട്ട് അനുഭവിക്കുന്ന ഒരു വശം. ഇതുപോലെ തന്നെയാണ് ഇപ്പൊ മനുഷ്യര് നഗ്നരായിരുന്നു. ആഭരണങ്ങളായിട്ടായിരുന്നു നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മുടെ ശരീരത്തെ പടം വരയ്ക്കുക, അല്ലെന്നുണ്ടെങ്കിൽ തൂവലുകൾ വെക്കുക. അത് അങ്ങനത്തെ എന്നാൽ മോടി പിടിപ്പിക്കുന്നതും സൗന്ദര്യം ഉണ്ടാക്കുന്നതും എല്ലാം നമ്മുടെ ശരീരത്ത് ചിത്രങ്ങളും പടങ്ങളും വരച്ചിട്ട് നമ്മളിപ്പോ ട്രൈബ്സിന്റെ ഒക്കെ എടുത്ത് നോക്കിയാൽ നമുക്ക് ഇങ്ങനെ കാണാം. ധാരാളം പച്ച കുത്തുന്ന നിലവാരത്തിലുള്ള വരകളും കാര്യങ്ങളും എല്ലാം ദേഹത്ത് വരച്ചിരുന്ന മനുഷ്യരാണ്. നമ്മളിപ്പോഴും ഈ ആദ്യകാലത്തുള്ള ഹണ്ടർ ഗ്യാദറേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ ഇടയിലെല്ലാം നോക്കിയാൽ നമ്മുടെ ദേഹം മുഴുവനും നമുക്ക് ഇപ്പൊ വികൃതം എന്ന് തോന്നുന്ന തരത്തിൽ അവരത് വരയ്ക്കുമായിരുന്നു. പക്ഷെ അതെല്ലാം ഈ മോടി പിടിപ്പിക്കുന്ന യുക്തിക്ക് അകത്ത് ആരംഭിച്ചത്. അങ്ങനെ തന്നെ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഈ വസ്ത്രം എന്ന് പറയുന്നതും ഒരാഭരണമായിട്ടാണ് ആരംഭിക്കുന്നത്. അല്ലാതെ അതൊരു എന്താ പറയണ്ടേ, തണുപ്പിലും ചൂടിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി അല്ല തുടങ്ങിയത്. നമുക്ക് മനുഷ്യനെന്ന് പറയുന്ന ജീവി ഭൂമത്തെ രേഖയിലായിരുന്നു വളർന്നത്. അവിടെയായിരുന്നു ജീവിച്ചിരുന്നതും ഉണ്ടായിരുന്നതും. അവിടെ താരതമ്യേന നല്ല ക്ലൈമറ്റ് ആണ്. നമുക്ക് അവിടെ ഈ തണുപ്പും ചൂടും ഒക്കെ ബാധിച്ച് നമ്മളെ വലിയ പ്രശ്നം ഉണ്ടാകത്തില്ല. അപ്പൊ അത് കാരണം കൊണ്ട് വസ്ത്രം എന്ന് പറയുന്നത് മിതമായി മാത്രം ഉപയോഗിക്കുന്നിടത്ത് ആദ്യകാലത്ത് മനുഷ്യർ എത്രയോ ചെറിയ ലക്ഷക്കണക്കിന് വർഷം നമ്മൾ ചെറിയ ചെറിയ വസ്ത്രങ്ങൾ മാത്രമായിരുന്നു നമ്മൾ ഉപയോഗിച്ചിരുന്നത്. നമ്മൾ വസ്ത്രത്തിനകത്ത് കൂടുതൽ റിസർച്ച് ഒക്കെ ചെയ്യാൻ തുടങ്ങുന്നത് തന്നെ മറ്റ് ശീതോഷ്ണ മേഖലകളിലേക്ക് മാറുന്നത് വഴി പിന്നെ ആർട്ടിക്കിലേക്ക് പോകുമ്പോഴൊക്കെയാണ് വസ്ത്രത്തിന് വേറെ മീനിങ് ഉണ്ടാകുന്നത്. ആദ്യം ആഭരണത്തിന്റെ യുക്തികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അത് കാരണം കൊണ്ട് നമ്മൾ ഇന്ന് സ്വകാര്യ ഭാഗങ്ങൾ എന്ന് പറയുന്നതെല്ലാം ആകർഷകമാക്കുന്നതിന് വേണ്ടിയായിരുന്നു വസ്ത്രധരിച്ചത്. അപ്പം വസ്ത്രധാരണം എന്ന് പറയുന്നത് നമ്മൾ നഗ്നരായിരിക്കുമ്പോൾ നഗ്നത തുറന്ന് കാട്ടപ്പെടുമ്പോഴാണ് രസമാകുന്നത്. അപ്പൊ കൂടുതൽ വസ്ത്രങ്ങൾ ഉണ്ടായിരിക്കുമ്പോൾ കൂടുതൽ ലൈംഗിക ആകർഷണത്തിനുള്ള കാരണമായി മാറുക. കാരണം കാണാനുള്ള കൊതിയുണ്ടാകും. അപ്പൊ അങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. ആളുകൾ ഇപ്പൊ വിചാരിക്കുന്നത് ലൈംഗികത ഒളിച്ചു വെക്കാൻ വേണ്ടി ഉണ്ടായതാണ് വസ്ത്രങ്ങൾ എന്ന് പറഞ്ഞ സത്യമല്ല. യഥാർത്ഥത്തിൽ സംഭവിച്ചത് നഗ്നത മറച്ചു വെക്കുന്നത് വഴി, വെളിവാക്കപ്പെടുന്നത് വഴിയാണ് നമ്മൾ ലൈംഗികമായ ആകർഷണം കൂടുതലുണ്ടാകുന്നത്. അപ്പം
അവിടെയാണ് നമ്മൾ ഈ ഇപ്പൊ ആധുനികമായ ഡാൻസിനകത്ത് സ്ട്രിപ്റ്റീസ് എന്നൊക്കെ പറയുന്നത്. ഇങ്ങനെ തുറന്ന് കാട്ടുമ്പോ, ഇപ്പൊ നഗ്നരായിരിക്കുന്ന ആൾക്കാരുടെ ഇടയിലാണെങ്കിൽ ഇതൊന്നും തുറന്ന് കാട്ടാനില്ല. അപ്പൊ അവിടെയാണ് അതിന്റെയൊക്കെ ആദ്യകാലത്ത് മനുഷ്യർ എങ്ങനെയാണ് ഇതൊക്കെ ഇങ്ങനെ മനസ്സിലാക്കി ഇന്ന് നമ്മൾ ഈ പറയുന്ന തരത്തിലൊരു സമൂഹ രൂപീകരണം നടന്നത് എങ്ങനെയാണെന്നാണ് കാണേണ്ടത്. അപ്പം ആ വസ്ത്രങ്ങൾ നമ്മൾക്ക് മോടി പിടിപ്പിക്കാൻ ഉപയോഗിക്കുമ്പോഴും പിൽക്കാലത്ത് രാജാക്കന്മാര് രാജ്യമൊക്കെ ഉണ്ടാക്കി രാജാക്കന്മാരൊക്കെ ഉണ്ടാകുകയും അടിമകളായിട്ട് ആളുകളെ പിടിക്കുകയും അടിമത്വമൊക്കെ ഉണ്ടാകുകയൊക്കെ ചെയ്തപ്പം ഈ വസ്ത്രങ്ങളിലായിരുന്ന ടാക്സ് ഒക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മളിന്ന് വിചാരിക്കുന്ന പോലെ കാറും ബസ്സും ഒന്നും ആരും ഉണ്ടാക്കുന്നില്ല. ആകെപ്പാടെ ചട്ടിയും കലവും ഒരു പിച്ചാത്തിയും വെട്ടുകത്തിയൊക്കെ ആയിരിക്കും ആകെ ഉണ്ടാക്കുന്നത്. അതിന്റെ മുകളിലാണ് ആകെ ടാക്സ് ഒക്കെ ഉണ്ടാക്കുന്നത്. പിന്നെയാണ് ശരീരത്തിനകത്ത് ഈ സൗന്ദര്യവൽക്കരിക്കുന്ന കാര്യങ്ങളുടെ എല്ലാം മുകളിലെ ടാക്സ് ചുമത്താനായിട്ട് രാജാക്കന്മാർ ആരംഭിക്കുന്നത്. അപ്പൊ മീശ വെക്കുന്നതിനും ഈ പറയുന്ന തരത്തിൽ വസ്ത്രം ധരിക്കുന്നതിനും എല്ലാം ടാക്സ് ഏർപ്പെടുത്തുന്നിടത്തേക്ക് മാറി. അങ്ങനെ വന്നപ്പോൾ ടാക്സ് കൊടുക്കാൻ കഴിയുന്നവർക്ക് മാത്രമേ ഈ നല്ല നല്ല വസ്ത്രങ്ങൾ ധരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോ വസ്ത്രം എന്ന് പറയുന്നത് ആഭരണത്തിൽ നിന്ന് മാറി അത് ഉപയോഗിക്കണമെങ്കിൽ സാമൂഹിക പദവിയിലേക്ക് മാറ്റുന്നു. അപ്പൊ ഒരു വസ്ത്രം ഉപയോഗിക്കാൻ രാജാവിന്റെ അനുമതി വേണ്ടി വരും. അത് ടാക്സ് കൊടുക്കണം. അപ്പൊ അനുമതി വേണ്ട വസ്ത്രമായിട്ട് മാറുന്നുണ്ട് വസ്ത്രം. അപ്പൊ പദവി ഉണ്ടാകുന്നു. ഇന്ന വസ്ത്രങ്ങളൊക്കെ ധരിച്ച് റോഡിൽ നടക്കുക അല്ലെങ്കിൽ പരസ്യമായിട്ട് നടക്കുന്ന ഒരാള് സാമൂഹ്യമായി ഉയർന്നതാണ് എന്നുള്ള ബോധ്യം ഉണ്ടാക്കുന്നത് വഴിയാണ് പദവികൾ ഉണ്ടായത്. അപ്പൊ അങ്ങനെ പദവികൾ ഉണ്ടാകുന്നത് വഴി അത് മാനമുള്ളതായി. അപ്പൊ അങ്ങനെയാണ് വസ്ത്രം സൗന്ദര്യവൽക്കരിക്കുന്നതിന് ഉപയോഗിക്കുന്നതിനോടൊപ്പം തന്നെ മാന്യത നൽകുന്നതായി മാറിയത് പദവികളുമായി ബന്ധപ്പെട്ട. അപ്പൊ അതുകൊണ്ട് നല്ല ഷർട്ട് ഇടുക എന്ന് പറയുന്ന, അല്ലെങ്കിൽ സ്വർണ്ണ ബട്ടൺസ് വെക്കണമെങ്കിൽ എല്ലാം ടാക്സ് കൊടുത്തിട്ടേ ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പൊ സാമൂഹികമായ സ്ഥാനങ്ങൾ ഉണ്ടാകുകയും അത് ആ വസ്ത്രം ഇല്ലാതിരിക്കുന്നത് മാനം നൽകിയിരുന്നത് കൊണ്ട് വസ്ത്രം ഇല്ലാതിരിക്കുന്നത് അപമാനകരമായി മാറി. അങ്ങനെയാണ് നാണവും മാനവും ഉള്ളതാക്കി വസ്ത്രങ്ങൾ മാറുന്നത്. ഇപ്പൊ ഒരാളെ ഡിസ്റോബ് ചെയ്യുമ്പോൾ, പരസ്യമായിട്ട് വസ്ത്രങ്ങൾ ഉരിയുമ്പോൾ നമ്മൾ അപമാനം അനുഭവിക്കുന്നവരായിട്ട് നമ്മൾ മാറുന്നു. അപ്പൊ സൗന്ദര്യവൽക്കരിക്കാൻ ആരംഭിച്ചെടുത്തുനിന്ന് പദവികളായിട്ട് മാറി, സാമൂഹ്യമായ സ്ഥാനം നൽകുന്നതായി മാറി. അപ്പോ അങ്ങനെ വന്നപ്പോൾ വസ്ത്രം ധരിക്കാതിരിക്കുന്നത് അപമാനകരമായി മാറുകയും മറഞ്ഞിരിക്കുന്നതിനെ പറ്റി സൂചന നൽകുന്നത് വഴി അപമാനകരമായി അത് അനുഭവിക്കുന്ന, അങ്ങനെയാണ് നമ്മുടെ ലൈംഗിക അവയവങ്ങള് തെറികളായി മാറുന്നത്. മറച്ചു വെക്കേണ്ടത് തുറന്ന് കാട്ടപ്പെടുന്നിടത്തു നിന്നാണ് നമ്മൾ നാണം അനുഭവിക്കുന്നത്. അപ്പൊ നാട്ടിലെ ഒരാളെ അപമാനിക്കാൻ, ഇപ്പൊ എന്താണ് പോലീസ് സ്റ്റേഷനിലൊക്കെ ചെന്നാല് വസ്ത്രമെല്ലാം ഊരിക്കുമ്പോൾ അപമാനം അനുഭവിക്കും. സാമൂഹികമായ സ്ഥാനമാനങ്ങൾ ഇല്ലാതിരിക്കുന്ന തരത്തിൽ ദൈവത്തിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടേണ്ട ആവശ്യം കൊണ്ടാണ് ഇന്നും അമ്പലങ്ങളിൽ ചെല്ലുമ്പോൾ ഷർട്ടെല്ലാം ഊരിപ്പിക്കുന്നത്. വസ്ത്രം സാമൂഹിക പദവി, ഞാനൊരാളാണ്, ദൈവത്തിന്റെ മുമ്പിൽ ഞാൻ ആരുമല്ല എന്നറിയിക്കുന്നതിന് വേണ്ടിയാണ് വസ്ത്രങ്ങൾ ഊരിക്കുന്നത്. അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങളുടെ ഏരിയകൾ മനസ്സിലാക്കിയാലേ നമ്മൾ ഇന്ന് പറയുന്ന നിലവാരത്തില് എങ്ങനെയാണ് മറഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ അപമാനം അനുഭവിക്കുന്നിടത്തെത്തും. ഇതുകൊണ്ടാണ് ലൈംഗികമായ കാര്യങ്ങൾ കാണാനായിട്ട് കൗതുകം ഉണർത്തുന്നതിന് ആഭരണമായി ആരംഭിച്ചത് സാമൂഹ്യ പദവിയിലൂടെ വന്ന് സാമൂഹ്യ സ്ഥാനങ്ങളിൽ വന്ന് മാന്യത നൽകുന്നിടത്തെത്തി അത് നഷ്ടപ്പെട്ടാൽ അപമാനം അനുഭവിക്കുന്നവരായി മനുഷ്യർ മാറിയ പ്രോസസ്സ് വന്നത്. ഇത്രയും പ്രോസസ്സുകൾ ഇതിനകത്ത് നിലനിൽക്കുന്നത് കൊണ്ട് സ്വകാര്യത എന്ന് പറയുന്നതും ഗോസിപ്പ് ചെയ്യുന്ന, മറ്റുള്ളവരിലേക്ക് നമുക്ക് അസൂയ അനുഭവിപ്പിക്കുകയും ചെയ്യുന്നതും ഈ സാമൂഹികമായ അപമാനം അനുഭവിക്കുകയും ചെയ്യുന്ന ഈ മൂന്ന് കാര്യങ്ങൾ ഒന്നിച്ച് വന്നതാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ലൈംഗികമായ എല്ലാം. ജീവന്റെ കേന്ദ്രമാണ് ലൈംഗികത. അതല്ലാതെ മറ്റൊരു വഴിയിലൂടെ നമുക്ക് ജീവൻ തുടരാൻ കഴിയില്ല. അത്രയും കേന്ദ്രമായിരിക്കുന്നത്
സാമൂഹികമായ ഏറ്റവും, കാരണം എല്ലാവരും ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പൂജിക്കേണ്ട കാര്യമായിരുന്നു. ആ പൂജിക്കേണ്ട കാര്യം ഇന്ന് ഏറ്റവും അപമാനകരമായി മാറിയത് ഞാൻ ഈ പറഞ്ഞ 3 ഫാക്ടേഴ്സ് ഒരുപോലെ വന്നൊരു ജംഗ്ഷനിൽ കടന്ന് ഇന്ന് നമ്മൾ പറയുന്ന സാമൂഹ്യ അർത്ഥത്തിൽ എത്തിയത് കൊണ്ടാണ് ഈ ലൈംഗികമായ കാര്യങ്ങൾ അപമാനകരമായി മാറിയത്. ഇന്നത് പറയുമ്പോൾ തെറിയായി മാറിയത് അങ്ങനെ. അത്രയാണ് എനിക്ക് അതിനെപ്പറ്റി മനസ്സിലായിട്ടുള്ളത്. ഫസ്ന ചോദിച്ചോളൂ. സദാചാരത്തെ കുറിച്ചാണ് ഒരു ഡൗട്ട്. സദാചാരം എന്ന് പറയുന്നത് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്, കിട്ടാത്തവന്റെ കലിപ്പ്, അല്ലെങ്കിൽ മനുഷ്യന് ബേസിക് ആയിട്ട് തോന്നുന്ന ഒരു അസൂയ, എനിക്കത് കിട്ടിയില്ലല്ലോ അവനത് കിട്ടി, അങ്ങനെയൊക്കെ. അപ്പം പിന്നെ ഈ സദാചാര ഗുണ്ടകൾ പലപ്പോഴും അവർ ചെയ്യുന്ന പ്രവർത്തികളെ ന്യായീകരിക്കാനായിട്ട് ഇങ്ങനെ പറയും, കേരള സംസ്കാരത്തിൽ ഇത് ഇങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ഇന്ത്യൻ സംസ്കാരത്തിൽ അങ്ങനെയായിരുന്നു, അങ്ങനെ സംസ്കാരത്തെ കൂട്ടുപിടിക്കുന്നുണ്ട്. അപ്പം അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം? അല്ലെങ്കിൽ ഈ സദാചാരത്തെ ഇനിയും അടുത്ത തലമുറയിലൊക്കെ കുറയ്ക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? അങ്ങനെ ഒരു സംശയം. നമ്മൾ ഈ സദാചാരം എന്ന് പറയുന്നത് സാമൂഹ്യമായ ലൈംഗികതയെ നിയന്ത്രിക്കുന്ന യുക്തികള് ഒരു കാലത്ത് രൂപപ്പെട്ടതാണ്. രാജാവിനുമായിട്ട് ബന്ധപ്പെട്ട്, രാജഭരണവുമായി ബന്ധപ്പെട്ടും സാമൂഹ്യ നിർമ്മിതിയുടെ ഭാഗമായി ഉണ്ടായതാണ് ലൈംഗിക നിയന്ത്രണങ്ങൾ. അത് പല ഫാക്ടേഴ്സ് അതിനകത്തുണ്ട്. നമ്മളത് കുറച്ചൊന്ന് ചരിത്രം കുറച്ചറിയാതെ നമുക്ക് ഇന്നത് ഈ പറയുന്നിടത്തേക്ക് എത്താൻ പറ്റത്തില്ല. അത് ഈ പല ഗോത്രത്തിലുള്ളവരെ ഒന്നിച്ച് ചേർത്തിട്ടാണ് ഈ രാജ്യങ്ങളൊക്കെ ഉണ്ടാക്കിയത്. അപ്പൊ പല ഗോത്രങ്ങൾ ഒന്നിച്ച് ജീവിക്കുമ്പോൾ അവര് തമ്മിൽ ചേരുക എന്ന് പറയുന്ന ആണും പെണ്ണും തമ്മിൽ ചേരും. അവർക്ക് കൗതുകം ഉണ്ടായി ഇഷ്ടം തോന്നിയാൽ പരസ്പരം ചേരും. പക്ഷെ ഗോത്രത്തിന്റെ സംസ്കാരം എന്ന് പറയുന്നത് അവർ സ്പെഷ്യലാണ്, മറ്റൊരു ആയി വ്യത്യസ്തരാണ് എന്ന് കാണുന്ന ഒരു ഫാക്ടറും കൂടെ അതിനകത്തുണ്ട്. അപ്പൊ അത് നിൽക്കുന്ന കാരണം കൊണ്ട് ഒരു ഗോത്രം അതിന്റെ സവിശേഷം, ഇപ്പൊ ഒരു ഗോത്രം വേറൊരു ഗോത്രത്തിനെ പിടിച്ചുകൊണ്ട് വന്നാൽ മറ്റവർ രണ്ടാമതായിരിക്കുന്നതായിട്ട് വരും. സെക്കൻഡറി ആയിട്ടുള്ള എന്ന് പറയുന്ന അടിമകളായിട്ടൊക്കെ പിടിക്കുമ്പോൾ അവർക്ക് നേരത്തെ അധികാരം എന്ന് പറഞ്ഞാൽ ആരാണോ പിടിച്ചുകൊണ്ട് വന്നവർക്ക് മറ്റുള്ളവരുടെ മുകളിൽ അധികാരമുണ്ട്. ആ അധികാരമുള്ളവരുമായി മിങ്കിൾ ചെയ്യാതിരിക്കാനായിട്ട് വരുന്നിടത്താണ് ആദ്യമായിട്ട് നിയന്ത്രണങ്ങൾ വരുന്നത്. മറ്റേത് സ്ത്രീകൾക്ക് സ്വാഭാവികമായി ചൂസ് ചെയ്യാൻ അവകാശം ഉണ്ടായിരുന്നവരാണ്. അവർക്ക് ഇഷ്ടമുള്ള പുരുഷന്റെ കൂടെ അവര് ബന്ധമുണ്ടാക്കും. പക്ഷെ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു ഗോത്രത്തിനകത്ത് മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമല്ല. അപ്പൊ സ്വന്തക്കാരല്ലാത്ത മറ്റന്യരെ നമ്മൾ ഇടപെട്ട് പ്രേമിച്ചു പോകും. ഇത് നിയന്ത്രിക്കേണ്ടതാണെന്ന് വരുന്ന വഴിയാണ് ലൈംഗികത നിയന്ത്രിക്കുന്ന യുക്തികളിലേക്ക് മാറിയത്. അങ്ങനെയാണ് സദാചാരം എന്ന് പറയുന്ന നമ്മൾ ഇന്ന് പറയുന്ന നിലവാരം. വളരെ സങ്കീർണമായ ഒരു വലിയൊരു പ്രോസസ്സ് ഉണ്ട്. അതിനകത്ത് എല്ലാ അംഗങ്ങളും ഞാനിപ്പോ ഇവിടെ ഇതിനകത്ത് പറയുന്നില്ല. എങ്കിലും നിങ്ങൾക്ക് നോക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഈ തട്ടുതട്ടായി സമൂഹം നിൽക്കുമ്പോൾ സങ്കരമായ ബന്ധങ്ങൾ ഉണ്ടാകാതിരിക്കാൻ, സ്ത്രീ പുരുഷ ബന്ധത്തിനകത്ത് അവർക്ക് വളരെ പെട്ടെന്ന് തന്നെ ആരുമായും ഇഷ്ടമുണ്ടാകാം. പക്ഷെ ഈ അധികാര ഘടനയുമായിട്ട് അത് ചേരത്തില്ല. അപ്പൊ ആ അധികാര ഘടനയായിട്ട് ഉണ്ടാക്കിയാണ് താഴെയുള്ള ആളുകളെ താഴെയുള്ളവരല്ല, താഴെ ആക്കിയ ആളുകളെ നിർത്തിയാണ് ആളുകളെ മറ്റുള്ളവര് ചൂഷണം ചെയ്യുകയും ഉപയോഗിച്ചിരുന്നത്. അപ്പൊ അവരുമായി ബന്ധം ഉണ്ടാക്കുന്നത് ഈ മുകളിൽ അധികാരമുള്ളവർക്ക് കുറവ്, ചെറുതായിട്ട് അവർക്ക് അപമാനം ഉണ്ടാക്കുന്നതായിട്ട് വരുമ്പോഴാണ് സ്ത്രീകളുടെ ചോയ്സസ്, അവരുടെ തെരഞ്ഞെടുപ്പിന് നിഷേധം ഉണ്ടാക്കുകയും പുരുഷന്മാര് തമ്മിലുള്ള കരാറുകളായിട്ട് അതിനെല്ലാം മാറ്റി. അങ്ങനെയാണ് അച്ഛന്മാര് മകളെ വല്ലവർക്കും പിടിച്ചു കൊടുക്കുന്നതും കൈപിടിച്ചു കൊടുക്കുക എന്ന് പറയുന്ന ആ ചടങ്ങൊക്കെ ആരംഭിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ രണ്ട് പുരുഷന്മാര് തമ്മിലുള്ള ഇടപാടായി ബന്ധങ്ങൾ മാറുകയും രണ്ട് സമുദായങ്ങൾ തമ്മിലുള്ള അവരെ തുല്യരാണെന്ന് ബോധ്യമുള്ളവർ തമ്മിൽ മാത്രമുള്ള ബന്ധങ്ങൾ ഉണ്ടാകുകയും ഈ സ്ത്രീ പുരുഷ ബന്ധത്തിന് ഒരു ഗോത്രത്യാഗത്തുണ്ടായിരുന്ന ഒരു ചോയ്സ് എന്ന് പറയുന്നതിൽ നിന്ന് ഭിന്നമായി ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അധികാരമുള്ളവര് ഉണ്ടാക്കിയ രാജാവിന്റെ സമ്മതി പത്രത്തോടെ നടക്കുന്ന ബന്ധങ്ങളായിട്ട് എല്ലാ ബന്ധങ്ങളെയും മാറ്റുന്നത് വഴിയാണ് നമ്മൾ ഇന്ന് പറയുന്ന ഒപ്പിട്ട്
രജിസ്ട്രേഷൻ ഉണ്ടാക്കുന്ന വിറ്റ്നസിനും സാക്ഷിയൊക്കെ ഉണ്ടാക്കുന്ന ഈ പ്രോസസ്സുകളൊക്കെ ആരംഭിക്കുന്നു. അപ്പൊ ഒരു ആണും പെണ്ണും തമ്മിലുള്ള ഇഷ്ടങ്ങളുടെ യുക്തിക്ക് പുറത്തുപോയി. അങ്ങനെയാണ് ജാതിപരമായിട്ടും മതപരമായിട്ടുള്ള ഐക്യങ്ങളെ പറ്റിയുള്ളത് മാത്രം. അപ്പൊ ആണും പെണ്ണും തമ്മിലുള്ള എന്ന് പറഞ്ഞാൽ രണ്ട് വ്യക്തികൾ തമ്മിൽ നടക്കുന്ന ചോയ്സസ് അല്ലത്. ഇതുകൊണ്ടാണ് നമ്മൾ ഈ അറേഞ്ച്ഡ് മാരേജ് എന്ന് പറയുന്നത് മുഴുവനും ഈ പറയുന്ന ജാതി മത കുടുംബ ബന്ധങ്ങളാണ്. അതിനകത്തെ രണ്ട് കുടുംബങ്ങളെ ചേർക്കുന്ന, അല്ലെങ്കിൽ രണ്ട് ജാതികളെ അല്ലെങ്കിൽ രണ്ട് മതങ്ങളെ ചേർക്കുന്ന കരുക്കളായി ആണിനെയും പെണ്ണിനെയും കാണുന്നിടത്തേക്ക് മാറി. ഈ മാറിപ്പോകുന്നതിന്റെ നിയന്ത്രണത്തിന്റെ യുക്തികളാണ് പഴയ സമൂഹങ്ങള് പറയുന്നത്. അപ്പൊ ജാതിപരമായിട്ടും മതപരമായി ഇപ്പൊ പരസ്യം കൊടുക്കുമ്പോഴൊക്കെ നോക്കിയാൽ മതി, ഇന്ന ജാതിയിൽപ്പെട്ട ഇന്ന ആള് ഇങ്ങനെയാണ് പരസ്യം തന്നെ കൊടുക്കുന്നത്. അപ്പൊ ഈ വ്യക്തികളെ പറ്റി അല്ല പറയുന്നത്. വ്യക്തികൾക്ക് തീരെ പ്രാധാന്യമില്ല. ഇപ്പൊ പ്രജകളായിരിക്കുന്ന ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായ നിയന്ത്രണത്തിന്റെ യുക്തികളാണ് നമ്മൾ ഈ പറയുന്ന സദാചാരം, പഴയ സദാചാരങ്ങളെല്ലാം. അപ്പം സ്വന്തം ഇഷ്ടപ്രകാരം ബന്ധം ഉണ്ടാക്കുന്നത് തെറ്റാണെന്ന് എല്ലാവർക്കും ബോധ്യമാക്കി കൊടുക്കുക എന്നുള്ളതും, ആ തെരഞ്ഞെടുപ്പുകള് മതപരമായിട്ടുള്ളതിനും വിരുദ്ധമാണെന്നും ജാതിപരമായും വിരുദ്ധമാണെന്നും കുടുംബപരമായും വിരുദ്ധമാണെന്നും നമ്മളെ ബോധ്യമാക്കി തരിക എന്നുള്ളതാണ് അറേഞ്ച്ഡ് മാരേജിന്റെ ലോകം മുഴുവൻ. നമ്മൾ ഇന്ന് ജീവിക്കുന്നത് പൗരബോധമുള്ള ജനതയാണ്, തെരഞ്ഞെടുപ്പിന്റെ ആൾക്കാരാണ്, തുല്യരായ മനുഷ്യരായിട്ടാണ് നമ്മൾ അറിയുന്നത്. ഈ രണ്ട് പ്രജകളായിരിക്കുന്ന വീട്ടുകാർ, പൗരരായിരിക്കുന്ന യുവജനങ്ങളും തമ്മിലുണ്ടാകുന്ന കോൺഫ്ലിക്റ്റ് ആണ് നമ്മൾ ഒരു വശത്ത് കാണുന്നത്. അപ്പൊ വീടുകളിനകത്തു നിന്ന് നമ്മുടെ വീടുകളെന്ന് പറയുന്നത് മുഴുവനും ഈ പറയുന്ന ജാതിയുടെയും മതത്തിന്റെയും കുടുംബത്തിന്റെയും അല്ലെങ്കിൽ സ്വത്ത്, ഇങ്ങനെയുള്ള ക്ലാസ് വർഗം, നമ്മൾ എത്തനിസിറ്റി എന്നൊക്കെ നമ്മൾ പറയുന്ന എല്ലാ പിന്നെ സോഴ്സ് ഈ വീടുകളാണ്. നമ്മൾ ജനിക്കുന്ന അവിടെ നമുക്ക് ജനിക്കാനോ പറ്റുള്ളൂ, ഏതെങ്കിലും വീട്ടിലല്ലേ നമുക്ക് ജനിക്കാൻ പറ്റും. അപ്പൊ ആ ഇരിക്കുന്ന ആളുകളുടെ നിയന്ത്രണത്തിന്റെ യുക്തികളാണ് ആ കാലഘട്ടത്തിലെ സദാചാര നിയമം. അതിൽ നിന്ന് വിരുദ്ധമായിട്ട് സ്വതന്ത്രമായി യുവജനങ്ങള് പരസ്പരം പ്രേമിക്കുന്ന കാണുമ്പോഴാണ് സദാചാരവാദികളായ നമ്മുടെ വീട്ടുകാരെല്ലാം പ്രത്യക്ഷപ്പെടുന്നത്. അപ്പൊ നമ്മൾ സദാചാര ഗുണ്ടകൾ എന്ന് പറയുന്നത് ഏതെങ്കിലും വീട്ടിലുള്ള അമ്മയും അച്ഛനും ഒക്കെ തന്നെയാണ്, വേറെ ആരുമല്ല. ലോകത്ത് വേറെ ആരും ഇല്ല. ഏതെങ്കിലും വീട്ടിലുള്ള ആളുകൾ തന്നെയാണ് ഈ ഇറങ്ങി നിൽക്കുന്നതല്ല. പക്ഷെ അത് അവർക്കുള്ളത് പ്രജാബോധമാണ്. അപ്പൊ ആ പ്രജാബോധത്തിനകത്ത് ഓർഡർ ചെയ്തിട്ടുള്ള ജാതിക്കനുസൃതമായിട്ട്, മതത്തിന് അനുസൃതമായിട്ട്, ധനത്തിനനുസൃതമായിട്ട്, എന്താണ് നമ്മൾ റേസ് എന്ന് പറയുന്ന തരത്തിലുള്ള ധാരണകൾ, അത് യഥാർത്ഥത്തിൽ ഉള്ളതല്ല. പക്ഷെ അങ്ങനെയുള്ള വിവേചനങ്ങളുടെ മുഴുവനും ആകത്തുകയാണ് ഈ പഴയ സംസ്കാരങ്ങൾ മുഴുവൻ. അതുകൊണ്ട് സംസ്കാരം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കാനുള്ള വിവേചനത്തിന്റെ യുക്തികളുമായി നിൽക്കുന്ന പഴയ സമൂഹത്തിന്റെ വക്താക്കളെയാണ് നമ്മൾ സദാചാര ഗുണ്ടകൾ എന്ന് വിളിക്കുന്നത്. അത് വേറെ ആരുമല്ല, നമ്മുടെ വീട്ടുകാർ തന്നെ, പഴയ തലമുറയാണ്. അപ്പൊ മതവിശ്വാസത്തിന്റെ യുക്തികളിൽ നിൽക്കുമ്പോഴും ഈ പറയുന്ന ജാതി മതങ്ങളായിരിക്കുന്ന എല്ലാ വിവേചനങ്ങളും അനുസരിച്ചിട്ട് വേണം നിങ്ങൾ തിരഞ്ഞെടുക്കാൻ. അതിന് പകരം സ്വതന്ത്രമായി താന്തോന്നികളായി സ്വയം തെരഞ്ഞെടുക്കുന്നവരാകാതിരിക്കണം എന്നുള്ള യുക്തി കൊണ്ടാണ് അവര് വന്ന് നിയന്ത്രിക്കുന്നത്. അപ്പൊ ഒരാണും പെണ്ണും തമ്മിൽ ഒരു പാർക്കിൽ പ്രേമിച്ചിരിക്കുന്ന കാണുമ്പോൾ മറ്റുള്ളവർക്ക് അവർ ചെയ്യുന്നത് തെറ്റാണെന്ന് തോന്നുന്നത് ഈ പഴയ സംസ്കാരത്തിന്റെ ബോധത്തിനകത്തൂടെ അവർ നമ്മളെ നോക്കുന്നത് കൊണ്ടാണ്. തെരഞ്ഞെടുപ്പ് എടുക്കാനാണ് നമ്മളെ പൗരബോധത്തോടെ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നത്. നമ്മൾ ഇന്ത്യക്കാരെല്ലാം തുല്യരാണെന്നും സമരാണെന്നും നമ്മള് ഇവിടുത്തെ പൗരന്മാരാണെന്നും സഹോദരീ സഹോദരന്മാരാണെന്നും ഒക്കെ നമ്മളെ ഒരു സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ വീട്ടിനകത്ത്, കുടുംബത്തിനകത്ത്, മതത്തിനകത്ത്, ജാതിക്കകത്ത് ഇതെല്ലാം വിരുദ്ധമായിട്ടാണ് നിൽക്കുന്നത്. സദാചാര ഗുണ്ടകളെന്ന് പറയുന്നത് കഴിഞ്ഞ തലമുറയിലെ മനുഷ്യരുടെ ബോധത്തിൽ പ്രവർത്തിക്കുന്നവരെയാണ്. നമ്മൾ അങ്ങനെ അതിനെ മനസ്സിലാക്കേണ്ടതാണ്. ഞാൻ ഈ പറയുന്ന നിലവാരത്തിൽ ഇതിനെ മനസ്സിലാക്കിയില്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇവർക്ക് ഇതിങ്ങനെ തോന്നുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഇതിന് അടിസ്ഥാനപരമായി ഞാൻ ആദ്യം പറഞ്ഞ ജലസി നിലനിൽപ്പ്, അതാണ് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിനകത്ത് എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത്. ജലസി എന്ന് പറയുന്നത് വളരെ ഏറ്റവും ആദ്യത്തെ എന്ന് പറഞ്ഞാൽ സ്കേഴ്സ് ആണ്. സ്ത്രീകൾക്ക്
മാസത്തിൽ ഒരു അണ്ടമേ ഉള്ളൂ. ഒരു കുഞ്ഞിനെ ഒരു പുരുഷൻ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ ഒരു സ്ത്രീയിൽ ഒരു തവണയെ കഴിയുള്ളൂ എന്ന് മനസ്സിലാക്കണം. പുരുഷന്മാർക്ക് ആയിരക്കണക്കിന് സ്ത്രീകളെ ഗർഭം ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ സ്ത്രീക്ക് സ്വയം ഒരാളെ ഒരു തവണ ഗർഭം ഉണ്ടാക്കാനേ പറ്റത്തുള്ളൂ ഒരു മാസം. ഒരു വർഷത്തിലൊരിക്കലേ കഴിയൂ. ഇതൊക്കെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ബയോളജി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ ജലസി ഉള്ളത് പുരുഷന്മാർക്കാണെങ്കിലും പുരുഷന്മാരാണ് ലോകത്തെ ആശയം മുഴുവൻ പ്രകടിപ്പിച്ച് വെച്ചിരിക്കുന്നത്, എഴുതി വെച്ചിരിക്കുന്നതുകൊണ്ട് സ്ത്രീകൾക്കാണ് ജലസി എന്നാണ് അവർ പറയുന്നത്. അതെന്താണ് അവരത് പറയുന്നത് ചോദിച്ചാൽ, പുരുഷൻ 100 കണക്കിന് സ്ത്രീകളുമായി ബന്ധം ഉണ്ടാക്കുന്നതിന് എതിര് നിൽക്കുന്നതായിട്ട് സ്ത്രീകളെ സ്ത്രീയുടെ ജലസിയായിട്ട് അതിനെ അവതരിപ്പിക്കും. കുഞ്ഞിനെ നോക്കാനായിട്ട് ഇയാളെ ഒരിക്കലും കിട്ടത്തില്ല എന്നറിയുന്ന കാരണം കൊണ്ട് അയാളെ റോപ്പിൻ ചെയ്യാൻ പ്രവർത്തിക്കുന്നത് ജലസിയായി അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ജലസി ഉണ്ടാകുന്നത് പുരുഷന്മാർക്കാണ്. അതുകൊണ്ടാണ് അവർ ആസിഡ് ഒഴിക്കാൻ നടക്കുന്നത്. ഇതാണ് നമുക്ക് തിരിച്ചറിയാൻ. അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങള് ജലസിയും ഞാൻ നേരത്തെ പറഞ്ഞ സദാചാര ഗുണ്ടകളായി പഴയ തലമുറയും കൂടെ ചേർന്നാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്. അത് രണ്ട് ഫാക്ടർ ഒന്നിച്ചവിടെ. ഇതിന്റെ ഇടയിൽ കല്യാണത്തെ കുറിച്ച് മെൻഷൻ ചെയ്തല്ലോ. അപ്പൊ അതുപോലെയുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്, ഒരു ഫ്രെയിം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് മനുഷ്യനെ അതിൻ്റെ ഉള്ളിൽ ഒതുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഉദാഹരണത്തിന് മനുഷ്യന് റിലേഷൻഷിപ്പ് മോണോഗമി ആക്കി, മനുഷ്യൻ പോളിഗമസ് ആയിട്ട് കൂടെ മോണോഗമി ആയിട്ട് നിർത്തുകയാണ്. അങ്ങനെ ബേസിക് ആയിട്ടുള്ള ഒരുപാട് ത്വരകളെ പിടിച്ചു കെട്ടുന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള ഒരു ഫ്രെയിം അത് ഏതെങ്കിലും തരത്തിൽ സഹായകമാവുന്നുണ്ടോ? ഒരു സൊസൈറ്റി അങ്ങനെയൊക്കെ പറയുന്നത് ഏതെങ്കിലും രീതിയിൽ മനുഷ്യന്റെ ജീവിതത്തെ ആയാസമാക്കാൻ അങ്ങനെ എന്തെങ്കിലും അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? ഇതിനും കുറച്ച് ചരിത്രം മനസ്സിലായേ പറ്റത്തുള്ളൂ. ഇപ്പൊ നിങ്ങൾ ഈ ചോദിക്കുന്ന പ്രശ്നം അറിയണമെങ്കിൽ, പുരുഷന്മാരുടെ ശരീരബലം എന്ന് പറയുന്നത് അധ്വാനിച്ച് കുടുംബം പുലർത്താനല്ല, പരസ്പരം അടിച്ച് ചാകാനാണ്. എന്നിട്ട് അതിനകത്ത് ബലമുള്ള പുരുഷൻ സ്ത്രീകൾക്ക് ഗർഭം ഉണ്ടാക്കാൻ അവിടെ നിൽക്കും. ഇത്രയേ ഉള്ളൂ. ഇത്ര ലളിതമാണത്. പക്ഷെ രാജ്യനിർമ്മാണം ഉണ്ടാകുകയും രാജാവ് ഒക്കെ ഉണ്ടാകുകയും അടിമകളെയൊക്കെ ഉണ്ടാക്കുകയും തട്ടുതട്ടായി സമൂഹങ്ങൾ രൂപപ്പെടുത്തിയപ്പോൾ പുരുഷന്മാര് സ്ത്രീകളുടെ മുകളിൽ തമ്മിലടിച്ചാൽ രാജാവിന് നഷ്ടമാണ്. അയാളുടെ സേനയിലെ ഏറ്റവും മിടുക്കരായ ആൾക്കാരായിരിക്കും ചത്തുപോകുന്നത്. അപ്പോ ആന്തരികമായി ഒരു രാജ്യത്തിനകത്ത് അങ്ങനെയാണ് സ്ത്രീകൾക്ക് വേണ്ടിയാണ് പുരുഷന്മാർ അടിയിടുന്നതെന്ന് പറഞ്ഞിട്ട് സ്വത്തിനും സ്ത്രീക്കും വേണ്ടി, അങ്ങനെ കനകം മൂലം കാമിനി മൂലം എന്ന് പറയുന്ന തരത്തില് മനുഷ്യനായിട്ട് പോലും ഈ സ്ത്രീയെ കാണുന്നില്ല, വസ്തുവായിട്ടാണ് പുരുഷന്മാരപ്പൊ കാണുന്നത്. അതുകൊണ്ടാണ് ആ വരികളൊക്കെ എഴുതുന്നത്. എങ്കിലും നമ്മൾ അത് മനസ്സിലാക്കാനുള്ളത്, പുരുഷന്മാര് തമ്മിലുള്ള കലഹങ്ങൾ നിർത്താൻ രാജാവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഒരു മെക്കാനിസമാണ്, പരസ്പരം അടിച്ച് ചാകാതിരിക്കാൻ കണ്ടെത്തിയ ഒരു മെക്കാനിസമാണ് ഏകഭാര്യാവ്രതം എന്ന് പറയുന്ന, ഒരു സ്ത്രീക്ക് ഒരു പുരുഷന് ഒരു സ്ത്രീ എന്ന് പറയുന്ന സങ്കല്പനം കൊണ്ടുവരുന്നത് അങ്ങനെയാണ്. അപ്പൊ എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ, നിനക്ക് ആരും ഇല്ലാതിരിക്കുന്നത് കൊണ്ടാണ് നീ വഴക്കിടുന്നതെന്ന് വരാതിരിക്കാൻ. മറ്റേ നമുക്ക് സ്ത്രീകൾക്ക് വേണ്ടി പുരുഷന്മാർ തമ്മിൽ ബയോളജി അനുസരിച്ചിട്ടാണെങ്കിൽ താനെ അടിച്ചങ്ങ് ചത്താ ഒരു കുഴപ്പം. അതിനകത്ത് വേറെ ഈ നമ്മൾ ഇന്ന് പറയുന്ന യുക്തികളില്ല. ഇങ്ങനെ ഒരു സമൂഹ നിർമ്മാണമോ അല്ലെങ്കിൽ രാജ്യ നിർമ്മാണമോ ഒന്നും ഇല്ല. ഇപ്പൊ നമ്മുടെ പ്രൈമേറ്റ്സ് ആയിരിക്കുന്നതിനകത്തോ അല്ലെന്നുണ്ടെങ്കിൽ ഈ ജീവികളെല്ലാം നോക്കിയാൽ മതി. എല്ലാ സിംഹവും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചു കൊല്ലും. ഏതെങ്കിലും ഒരെണ്ണേ അവിടെ കാണത്തുള്ളൂ. കുരങ്ങ് എടുത്തല് മെയിലായിട്ടുള്ളത് എല്ലാം നിങ്ങൾ നോക്കിക്കും. അങ്ങനെയേ ഉള്ളൂ. സംഘമായി നിൽക്കുന്ന ഏത് ജീവികളുടെ ഇടയിലും പുരുഷന്മാര് തമ്മിലടിച്ച് ചത്തുപോവുകയും അതിലൊരാൾ മാത്രം അവിടെ ഉണ്ടാവുകയും ചെയ്യുന്നിടത്താണ് നിൽക്കുന്നത്. പക്ഷെ നമ്മൾ സമൂഹ നിർമ്മാണത്തിനകത്ത് രാജാവിന് കൊട്ടാരം ഉണ്ടാക്കണമെങ്കിൽ ഈ പുരുഷന്മാരെല്ലാം കൂടെ ചത്തുപോയാൽ പറ്റത്തില്ല. കൃഷി ചെയ്ത് കൂടുതൽ ഞാൻ തമ്മിലടിക്കാനുള്ള ശരീരശക്തിയാണ് കൃഷിയായിട്ടും വ്യവസായമായും ഒക്കെ മാറ്റിയിട്ടുള്ളത്. അവരടിച്ച് ചാകുക എന്ന് പറയുന്ന നഷ്ടമായിട്ട് രാജാവ് മനസ്സിലാക്കുന്നത് കൊണ്ടാണ് എല്ലാവർക്കും ഒരു സ്ത്രീയെ കൊടുക്കുക എന്ന് പറയുമ്പോൾ സ്ത്രീകളുടെ സ്വാതന്ത്ര്യം കംപ്ലീറ്റ് ഹനിക്കപ്പെട്ടു എന്നുള്ളത് മനസ്സിലാക്കണം. വലിയ പ്രോസസ്സുകളാണ്, ഞാനത് കുറച്ചേ പറയുന്നുള്ളേ. പക്ഷെ അറിയേണ്ടതാണിത്. എങ്ങനെയാണ് സ്ത്രീ എന്ന് പറയുന്ന ആളിന് ചൂസ് ചെയ്യാനുള്ള അവകാശം ലോകത്ത് നഷ്ടപ്പെട്ടു പോയത്? പണ്ട് അങ്ങനെയല്ല. സ്ത്രീയുടെ പുറകെ പുരുഷന്മാര് നടക്കുകയുള്ളൂ. അവരുടെ തെരഞ്ഞെടുപ്പിന് വേണ്ടി കാത്തു നിൽക്കുകയുള്ളൂ. നമ്മുടെ നാട്ടിൽ തന്നെ ആദ്യകാലത്തെ കവിതകളും നമ്മുടെ കഥകളും ഒക്കെ എടുത്ത് നോക്കിയാൽ രാജാക്കന്മാരായാൽ പോലും
രാജകുമാരുടെ മുന്നിൽ ക്യൂ ആയിട്ട് നിരന്ന് നിൽക്കും. അവര് വന്ന് സ്വയംവരത്തിൽ തെരഞ്ഞെടുക്കുക ചെയ്തിരുന്നു. അവിടുന്നാണ് ഇന്ന് പെണ്ണ് കാണുന്നിടത്തേക്ക് മാറിയതെന്ന് മനസ്സിലാക്കണം. വലിയൊരു പ്രോസസ് ഉണ്ട്. ഈ പ്രോസസ്സിനകത്ത് ഈ സ്ത്രീകളുടെ ചോയ്സസ് മുഴുവൻ നഷ്ടപ്പെട്ടു പോയി. ഒരു അച്ഛനെന്ന് പറയുന്ന ആള് സ്വന്തം മകൾ ഇഷ്ടമുള്ള ആളിനെ തെരഞ്ഞെടുത്താൽ ഇയാളുടെ നിലയ്ക്കും വിലയ്ക്കും അനുസരിച്ചല്ല സംഭവിക്കുന്നതെന്ന് കണ്ടെത്തുന്നുണ്ട്. ജാതിക്കനുസരിച്ചോ മതത്തിനോ അനുസരിച്ചോ അല്ല എന്ന് കണ്ടെത്തുന്നു. അപ്പൊ അവിടെ എല്ലാം ഈ മകളുടെ തെരഞ്ഞെടുപ്പിനെ പിന്നെ എടുക്കുന്നില്ല. അച്ഛൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന പ്രവൃത്തിയാക്കി ഇത് രാജാവിന് അനുകൂലമാക്കി മാറ്റിയത് കൊണ്ടാണ് സ്ത്രീയുടെ തെരഞ്ഞെടുപ്പേ ഇല്ലാതായിപ്പോയി. അവള് വസ്തുവായിപ്പോയി. ഈ പറയുന്ന പ്രോസസ്സും കൂടെ ഒക്കെ ചേർന്ന് മനസ്സിലാക്കിയാലേ നമ്മൾ ഇപ്പൊ നമ്മൾ ഈ ചോദിക്കുന്ന ചോദ്യങ്ങളിലേക്ക് എത്താൻ പോലും നമുക്ക് പറ്റുള്ളൂ. അപ്പൊ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് തീർത്തും നഷ്ടപ്പെട്ടു പോയ സ്ത്രീകളും പുരുഷന്മാർക്ക് ഒരാളെ കൊടുക്കുക എന്ന് പറയുന്നത്, നമ്മൾക്ക് ബയോളജി പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും വൈവിധ്യങ്ങൾ. വ്യത്യസ്തമായ ആളുകളിൽ നിന്ന് ഗർഭം ധരിച്ചാൽ ഡൈവേഴ്സിറ്റി ഉള്ള ജനിതകമായി വ്യത്യസ്തമായ കുഞ്ഞുങ്ങളെ പിറക്കുന്നതാണ് ആരോഗ്യകരമായ കാര്യം. പക്ഷെ അങ്ങനല്ലാത്ത സാമൂഹ്യ നിർമ്മാണത്തിൽ പെട്ടിട്ടാണ് ഈ രണ്ട് രീതിയിലും വന്നത്. ഇപ്പൊ രഹസ്യമായി ആരും കാണാതെ ഇന്നും ബയോളജിക്കലായിട്ട് നമ്മൾ വേറെ ബന്ധങ്ങൾ ഉണ്ടാക്കുന്നവരായിട്ട് തുടരുകയും സാമൂഹികമായി നമ്മൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഒരാൾ മാത്രമായി ജീവിക്കുക എന്ന് പറയുന്ന നിർബന്ധപൂർവ്വം ആചരിക്കാൻ ബാധ്യത വരുന്ന, ഇപ്പൊ ബൈബിളായും ഖുറാനായാലും അതിനകത്ത് എല്ലാം എഴുതി വെക്കും. ഈ ഒരാൾക്ക് മാത്രമുള്ള ഏകഭാര്യാവ്രതം. ഇവിടെ രാമായണത്തിനകത്ത് രാമന്റെ അച്ഛൻ 3 ഭാര്യമാരുണ്ടായിരുന്നായിട്ടും രാമൻ ഒരാളുമായി മാത്രമേ കഴിഞ്ഞുള്ളൂ എന്ന് പറഞ്ഞ് ഈ ഒരാളുമായി ബന്ധം ഉണ്ടാക്കുന്നത് മോഡലാക്കി മാറ്റുക എന്ന് പറയുന്ന ആശയങ്ങളൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ ആ കാലങ്ങളിലാണ്. ഇങ്ങനെയാണ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ബയോളജി സമ്മതിച്ചിട്ടില്ല. അതുകൊണ്ടാണ് സമാന്തരമായി രഹസ്യ ബന്ധങ്ങളുടെ ലോകങ്ങൾ നിൽക്കുന്നത്. അവിടെയാണ് ഈ ഗോസിപ്പിന്റെ ലോകവും നിന്നത്. അപ്പൊ ഇങ്ങനത്തെ ഉള്ള പലതരത്തിലുള്ള നീഡുകൾ വരുന്നത് കൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ പറയുന്ന നിലവാരത്തിലുള്ള പ്രശ്ന സങ്കീർണമായ സമൂഹമായി നമ്മുടേത് മാറുന്നത്. നമുക്ക് മറ്റെല്ലാ ജീവിയും അതിനെ ബയോളജി അനുസരിച്ചിട്ട് സിമ്പിളായി ജീവിച്ചാൽ മതി. മനുഷ്യൻ മറ്റു തരത്തിലുള്ള ആവശ്യങ്ങൾ വന്ന് നിയന്ത്രണത്തിൻ്റെതായ തട്ടുകൾ രൂപപ്പെടുത്തുകയും അതുവഴി ഇന്ന് നമ്മൾ ഈ കാണുന്ന തരത്തിലുള്ള സമൂഹ നിർമ്മാണത്തിന് നമ്മളെ അത് സഹായിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ ബയോളജിക്ക് വളരെ വിരുദ്ധമായ തരത്തിലുള്ള നിയമങ്ങളും നിയന്ത്രണങ്ങളുമാണ് നമ്മൾ ആശയപരമായി ഉത്പാദിപ്പിച്ച് ആളുകളെ ഉണ്ടാക്കിയത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചേർന്ന് വന്നിട്ടാണ് നമ്മൾ ഇന്ന് ഈ പറയുന്ന തരത്തിലുള്ള പ്രശ്ന സങ്കീർണമായ, ഇപ്പൊ മൊണോഗമസ് ആയിട്ടിരിക്കുക എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തുണ്ടാക്കിയതാണ്, സ്വാഭാവികമായിട്ടുള്ളത്. അപ്പൊ തെരഞ്ഞെടുപ്പ് നഷ്ടപ്പെടുത്തി കളയുകയും ഇന്ന് നമ്മൾ തുല്യ പൗരത്വം കൊണ്ട് തെരഞ്ഞെടുക്കുന്ന, ഇപ്പൊ നമ്മൾക്ക് നമ്മുടെ ഭരണാധികാരിയായത് നമ്മുടെ റെപ്രസെന്റേറ്റീവ് ആയിരിക്കുന്ന പ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നവരായി മാറിയിട്ടും സ്വന്തം ഇണയെ തെരഞ്ഞെടുക്കുന്നിടത്തേക്ക് മാറാതിരിക്കുന്നത് ഈ പറയുന്ന കോൺട്രഡിക്ഷൻ നിൽക്കുന്നത് കൊണ്ടാണ്. അപ്പം അറേഞ്ച്ഡ് മാരേജ് ഇപ്പോഴും ശരിയാണെന്ന് നമ്മളെ പോലുള്ള ട്രാൻസിഷൻ സമൂഹമാണ് നമ്മൾ ഇപ്പോഴും ഈ കൃഷിയോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന തട്ടുതട്ടായ സമൂഹങ്ങളിൽ നിന്ന് തുല്യ പൗരത്വമുള്ള ആധുനിക വ്യാവസായിക സമൂഹത്തിലേക്ക് ട്രാൻസിഷൻ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഈ 2 തരത്തിലെ വാല്യൂസും ഉള്ള വീട്ടുകാർ മുഴുവനും ജാതിയും മതവും ഒക്കെ നോക്കുന്നവരായിട്ടും നിലനിൽക്കുകയും പുത്തൻ പൗരന്മാരായി മാറുന്ന ആധുനിക വിദ്യാഭ്യാസം നേടിയവർ തെരഞ്ഞെടുക്കാൻ ശ്രമിക്കുകയും കൂടെ ചെയ്യുന്നതിന്റെ കോൺഫ്ലിക്റ്റ് ആണ് നമുക്ക് നടക്കുന്നത്. അപ്പൊ നമ്മുടെ കലകളായാലും സിനിമകളായാലും ഈ 2 സാധനം ഇങ്ങനെ സമാന്തരമായി നിൽക്കുകയാണ് ഇപ്പൊ. നമ്മളെപ്പോലെ വ്യാവസായികമായ സമൂഹമായി മാറിയിട്ടില്ലാത്ത ഈ ഒരു കാലഘട്ടത്തിനകത്ത് ഇത്തരത്തിലുള്ള പുത്തൻ മൂല്യങ്ങളും പുതിയ കാര്യങ്ങളും നമുക്ക് ഇതുവരെയും വന്നിട്ടില്ല. അത് ആശയപരമായിട്ട് നിൽക്കുന്നേ ഉള്ളൂ. അപ്പൊ ഇപ്പോഴും സ്വന്തം ഇണയെ തെരഞ്ഞെടുക്കുന്നത് തെറ്റാണോ എന്ന് എന്നോട് ആൾക്കാർ ചോദിക്കാറുണ്ട്. എനിക്ക് ഇങ്ങനെ തോന്നുന്നത് തെറ്റാണോ ശരിയാണോ? തെറ്റും ശരിയും എന്നൊക്കെ പറയുന്നത് ഈ പഴയ സമൂഹത്തിന്റെ നിയന്ത്രണത്തിന്റെ യുക്തികളിലാണ്. ശരി എന്ന് പറയുന്നത് സ്വന്തം ഇണയെ തെരഞ്ഞെടുക്കുന്നതാണ്. കാരണം നമ്മുടെ ഭരണാധികാരിയെ തെരഞ്ഞെടുക്കുന്ന അതേ കാരണം കൊണ്ട് തെരഞ്ഞെടുക്കുന്നതിനുള്ള കഴിവുള്ളവരായി മാറിക്കഴിഞ്ഞിരിക്കുന്ന ആധുനിക പണ്ടുകാലത്തും തെരഞ്ഞെടുത്തിട്ടുണ്ട്, സ്ത്രീകളും പുരുഷന്മാരും തെരഞ്ഞെടുക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു 10,000 വർഷത്തെ ഹിസ്റ്ററി മനുഷ്യർക്കുണ്ട്.
അതിനകത്ത് ഇങ്ങേ അറ്റത്താണ് നമ്മളിപ്പോ നിൽക്കുന്നത്. ഇങ്ങേ അറ്റത്ത് നമ്മൾ വീണ്ടും തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടി മാറിയിട്ടുള്ള ഈ ആളുകളായി ഇരുന്നു കൊണ്ട് വേണം നമ്മൾ ഇതിനെ ഈ പറയുന്ന കാര്യങ്ങളെ മനസ്സിലാക്കാൻ. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പല സ്ട്രെയിൻസ് ഒന്നിച്ച് ചേർന്ന് വന്ന് നിൽക്കുന്ന ഈ സമൂഹ നിർമ്മാണത്തിനകത്ത് ആധുനിക പൗരബോധത്തോടെ നിൽക്കുന്ന ആൾക്കാർ തെരഞ്ഞെടുപ്പിന്റെ യുക്തികളിനകത്ത് നിൽക്കാം. അവിടെ മൊണോഗമസ് ആയിരിക്കുക എന്ന് പറയുന്നതല്ല, നമുക്ക് ഒന്നിച്ച് ഒരേ സമയം പല ബന്ധങ്ങളിനകത്ത് നിൽക്കുമ്പോൾ നമുക്ക് സാമൂഹികമായിട്ടുള്ള കടമകൾ ചെയ്യാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ള ചോദ്യം വരും. കുഞ്ഞിനെ വളർത്തുക എന്ന് പറയുന്നതൊക്കെ. പക്ഷേ ആധുനിക സമൂഹത്തിനകത്ത് പണ്ടാണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് മാത്രമേ സ്വത്ത് ഉണ്ടാകൂ, അയാളുടെ ഭാര്യയായിട്ട് മക്കളായിട്ട് ആയിരുന്നു നിന്നിരുന്നത്. അവിടുന്ന് മാറിയിട്ട് തുല്യ പൗരന്മാരായുമ്പോൾ തെരഞ്ഞെടുപ്പിന്റെ യുക്തികളുണ്ട്. അപ്പൊ ആ തെരഞ്ഞെടുപ്പിന്റെ യുക്തി വരുന്ന സമയത്ത് കുട്ടികളെ വളർത്തുക എന്ന് പറയുന്നത് ഒരാളെ ആശ്രയിച്ച് ചെയ്യേണ്ട ആവശ്യമില്ലാത്ത പുത്തൻ സ്ത്രീ സമൂഹം രൂപപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതുകൊണ്ടാണ് കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത്. പണ്ട് സ്ത്രീകൾക്ക് സ്വത്ത് കൊടുക്കാതെയും വിദ്യാഭ്യാസം കൊടുക്കാതെയും അവകാശങ്ങൾ കൊടുക്കാതെയും രണ്ടാം തരം പ്രജയായി നിലനിർത്തിയായിരുന്നു ഭാര്യമാരാക്കിയിരുന്നത്. അപ്പൊ പൗരത്വ ബോധമുള്ള ആധുനിക സ്ത്രീ രൂപപ്പെടുന്ന സമയത്ത് പഴയതുപോലെ വീണ്ടും പുരുഷന്മാരുടെ എന്താ പറയേണ്ട സഹായം ഇല്ലാതെ തന്നെ കുഞ്ഞിനെ വളർത്താൻ കഴിയുന്നവരായി. അതുകൊണ്ടാണ് നമ്മുടെ ആധുനിക സമൂഹത്തിലെ സിംഗിൾ മദേഴ്സ് രൂപപ്പെടുന്നത്. അത് ആദിവാസികളുടെ ഇടയിലെ സിംഗിൾ മദർ അല്ല, ഇത് പുതിയതാണ്. ആദിവാസികൾക്ക് അവർക്ക് കുഞ്ഞിനെ വളർത്തുന്നതിന് ഈ പുരുഷന്റെ ആവശ്യമില്ലായിരുന്നു. ഇന്ന് നമുക്ക് രണ്ടാമത് വരുമാനമുള്ളവരായി മാറുന്നത് കൊണ്ട് അതേ ആവശ്യമില്ലായ്മ വരുന്നതാണ്. രണ്ടുപേര് തമ്മിൽ ചേർന്ന് ചെയ്യേണ്ട ഒരു പ്രവൃത്തിയായിട്ട് രണ്ടുപേരും ഒന്നിച്ചു മനസ്സിലാക്കിയില്ലെങ്കിൽ പിരിഞ്ഞു പോകുന്നിടത്തേക്ക്. അതുകൊണ്ടാണ് ഡൈവേഴ്സ് കൂടുന്നത്. അപ്പൊ ഈ മൊണോഗമി എന്ന് പറയുന്നത് മനുഷ്യര് എന്ന് പറഞ്ഞാൽ പരസ്പരം തമ്മിൽ അടിച്ച് പുരുഷന്മാര് ചാകാതിരിക്കുന്നതിന് വേണ്ടി രാജാക്കന്മാര് ഉണ്ടാക്കിയ ഒരു സംവിധാനമാണ്. അതേ സമയത്ത് പെയർ ബോണ്ടിങ് ആണ് നമ്മൾ. അത് കാരണം കൊണ്ട് കുറെ നാൾ ഒന്നിച്ച് രണ്ടുപേര് തമ്മിൽ ചേർന്ന് ജീവിക്കുക എന്ന് പറയുന്നത്. പക്ഷെ ഒരെണ്ണം നിർബന്ധപൂർവം ചെയ്യുന്നതും മറ്റൊന്ന് സ്വന്തം തെരഞ്ഞെടുപ്പ് കൊണ്ട് ചെയ്യുന്നതുമാണ്. സീരിയൽ മൊണോഗമിയാണ് സത്യത്തിൽ ആധുനിക സംസ്കാരത്തിൽ ചേരുന്നത്. തമ്മിൽ ചേരാൻ കഴിയുന്നില്ല, തമ്മിൽ ജീവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിരിയാം എന്ന് നമ്മൾ കണ്ടെത്തേണ്ട വശമുണ്ട്. അപ്പൊ ഇതൊക്കെ ആധുനികമായിട്ട് നമ്മൾ ആലോചിക്കേണ്ടതും ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതും. മനുഷ്യർക്ക് തമ്മിൽ ഇഷ്ടമുണ്ടെങ്കിൽ ഒന്നിച്ച് കഴിയുകയും കോമണായ ഉത്തരവാദിത്വം കൊണ്ട് കുഞ്ഞിനെ വളർത്തുന്നതിനകത്ത് സംശയമൊന്നും വേണ്ട. ഇതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ ഡൈവോഴ്സ് കേസിനകത്ത് അലിമണി കൊടുത്ത് കുട്ടിയെ നോക്കുന്ന ആരാണോ അവർക്ക് മറ്റവർ പണം കൊടുക്കണം എന്ന് വരുത്തുന്ന കാര്യം വന്ന് അങ്ങനെയാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ അതുപോലെ മനസ്സിലാക്കണം. എങ്കിലേ ഇത് നമ്മൾ ഈ കാണുള്ളൂ എങ്ങനെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പൊ അങ്ങനെ മനസ്സിലാക്കുമ്പോൾ അവരവർക്ക് കഴിയുമ്പോൾ എന്ന് പറഞ്ഞാൽ സ്വതന്ത്രമായി തീരുമാനമെടുക്കാൻ കഴിയുന്ന പൗരബോധമുള്ള വ്യക്തികൾ രൂപപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ ഇഷ്ടം കൂടെ കൊണ്ട് താല്പര്യം കൊണ്ട് ഒന്നിച്ചു കഴിയുന്നതിനാണ് അതിന് മൂല്യമുള്ളത്. അല്ലാതെ നിർബന്ധപൂർവം തുടരാൻ നിർബന്ധിക്കുന്നതല്ല. അതുകൊണ്ടാണ് ഡൈവേഴ്സ് എല്ലാ നിലവാരത്തിലും കൗൺസിലിങ്ങിന് ശേഷവും അവർ മ്യൂച്വലായിട്ട് പിരിയാമെങ്കിൽ കൊടുക്കാം എന്ന് കോടതികൾ വരുന്നത്. പണ്ട് സമ്മതിക്കത്തില്ല, എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമ്മളെ പുറത്താക്കി കളയുമായിരുന്നു. ഇങ്ങനെയുള്ള വ്യത്യാസങ്ങളും ഇതിന്റെ ഓരോ സ്ട്രെയിൻസും എങ്ങനെയാണ് പഴയ ചരിത്രത്തിനകത്തൂടെ വന്നിരിക്കുന്നത്. നമ്മൾ സംസ്കാരം എന്ന് പറയുന്നത് എങ്ങനെയാണ് പഴയ പ്രജാബോധത്തിന്റെ സംസ്കാരമാണ്. അതല്ല മനുഷ്യ സംസ്കാരമായിട്ട് അതിനെ കാണരുത്. മനുഷ്യന് പല സംസ്കാരങ്ങളും പലതരത്തിലുള്ള ജിയോഗ്രഫിക്ക് അനുസരിച്ചിട്ടുള്ള സംസ്കാരവും വൈവിധ്യങ്ങളുടേതായ സംസ്കാരവും. അല്ലാതെ നമ്മൾ ഈ പറയുന്ന സംസ്കാരം എന്ന് പറയുമ്പോൾ പഴയ രാജാവിന്റെ നിർമ്മിതിക്കകത്ത് പെട്ട കാര്യങ്ങളാണ് സംസ്കാരം എന്ന് തെറ്റിദ്ധരിക്കുന്നത്. അങ്ങനെയും കൂടെ അതിനെ മനസ്സിലാക്കും. ഒരുപാട് തവണ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറഞ്ഞു. അപ്പോ ഒരിക്കൽ മൈത്രേയൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ബുദ്ധിപരമായിരിക്കണമെന്ന്. ഒരു ഇണയെ തെരഞ്ഞെടുക്കുന്നത് ബുദ്ധിപരമായിരിക്കണം. പക്ഷെ ഒരു പ്രണയം തോന്നുന്ന ഒരാളെടുത്ത് ബുദ്ധിപരമായ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് നമുക്ക് എത്രത്തോളം അതിൽ എങ്ങനെയായാലും ഒരു വൈകാരികതയുടെ എലമെന്റ് ഉണ്ടാവില്ലേ? കണിശമായിട്ടുണ്ടാവും. വൈകാരികത എന്ന് പറയുന്നത് ബുദ്ധിയില്ലായ്മ എന്നല്ല അർത്ഥം.
ഊഷ്മളമായ ബുദ്ധിക്കാണ് വൈകാരികത എന്നത്. അല്ലാതെ ബുദ്ധിയില്ലായ്മയും അതൊക്കെ ഈ പണ്ട് വികാരത്തിനെ പറ്റിയൊക്കെ പഴയ കാലത്ത് ആളുകൾ പറഞ്ഞ് വികാരം എന്ന് പറയുന്നത് ബുദ്ധിയില്ലായ്മയായിട്ടൊക്കെ വൈകാരികമായി പറയരുത്, പ്രവർത്തിക്കരുത്, വികാരങ്ങൾ എന്ന് പറയുന്നത് മോശമാണ് എന്നൊക്കെ പഠിപ്പിച്ചത് ഈ നിയന്ത്രണത്തിന്റെ യുക്തി കൊണ്ട് പഠിപ്പിച്ചതാണ്. അങ്ങനല്ല അതിനെ മനസ്സിലാക്കേണ്ടത്. നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത്, നമുക്ക് ഒരാളെ കാണുമ്പോൾ ഇഷ്ടമുണ്ടാകും. പക്ഷെ ആ ഇഷ്ടമുണ്ടാകുന്നു എന്ന് പറയുന്നത് മറ്റുള്ള ക്രൈറ്റീരിയാസ് ഇല്ലാതായി പോകുന്നതിന് വേണ്ടിയല്ല. ആ ക്രൈറ്റീരിയകളെല്ലാം നമ്മൾ നേരത്തെ പഠിക്കേണ്ടതാണ്. ഇതിനെ നമ്മൾ എക്വിപ്പ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. കാര്യമുണ്ട്, പഴയ സമൂഹത്തിന്റെ മൂല്യത്തിലാണ് ഇപ്പോഴും ഈ വീടുകളെല്ലാം നിൽക്കുന്നത്. എല്ലാ വീട്ടിലും ജാതിയും മതവും ഈ പറയുന്ന ശരിക്കും പറഞ്ഞാൽ സാമൂഹ്യ വിരുദ്ധമായ എല്ലാ ആശയവും നിൽക്കുന്നത് നമ്മുടെ വീടുകളിനകത്താണ്, വീടിന് പുറത്തല്ല. നമ്മളെപ്പോഴും സാമൂഹ്യ വിരുദ്ധര് വീടിന് പുറത്ത് കലിങ്കയിൽ ഇരിക്കുന്നതായിട്ടാണ് വിചാരിക്കാറുള്ളത്, ചന്തയിൽ ഇരിക്കുന്നത് പോലാണ് വിചാരിക്കാറുള്ളത്. യഥാർത്ഥ സാമൂഹ്യ വിരുദ്ധത ആധുനിക സാമൂഹ്യ വിരുദ്ധത, ആധുനിക പൗരബോധത്തിന്റെ സാമൂഹ്യ വിരുദ്ധത വീടുകൾക്കുള്ളിലാണ്. കാരണം അവരാണ് ജാതി പറയുന്നത്. വീട്ടിനകത്താണ് ജാതി ഉള്ളത്, വീട്ടിനകത്താണ് മതമുള്ളത്, വീട്ടിനകത്താണ് മറ്റുള്ളവരെ പുറത്തുള്ളവരെടുത്ത് അന്യ വീട്ടിൽ പോയി ഒന്നും തിന്നരുതെന്ന് പഠിപ്പിക്കുന്നത് നമ്മുടെ വീട്ടിനകത്താണ്. ഇങ്ങനെ അതിനെ മനസ്സിലാക്കണം. അപ്പൊ ആ നിലവാരത്തിലുള്ള നിയന്ത്രണങ്ങളെല്ലാം അവർ പഠിപ്പിക്കുന്ന ആ മൂല്യങ്ങളും എല്ലാം നിൽക്കുന്ന സമയത്ത് ഇപ്പൊ നിങ്ങൾ ചോദിക്കുമ്പോൾ തെരഞ്ഞെടുക്കുക എന്ന് പറയുന്നതിന് ഇന്റലിജന്റ് ആയ ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ഉണ്ടാക്കേണ്ടതുണ്ട്. അത് കുട്ടിക്കാലത്ത് നിയന്ത്രണത്തിന്റെ യുക്തികൾ മാത്രം പഠിപ്പിച്ചു തരുന്ന കാരണം കൊണ്ടാണ് തിരഞ്ഞെടുക്കാനുള്ള കഴിവില്ലായ്മ ഉണ്ടായിപ്പോ. അത് നിങ്ങൾക്ക് സൈക്കിൾ ചവിട്ടാൻ പഠിപ്പിച്ചില്ലെങ്കിൽ സൈക്കിൾ ചവിട്ടാൻ അറിഞ്ഞൂടാന്ന് പറയുന്ന പോലെ. സ്പീഡിൽ ചവിട്ടരുത്, വളവ് തിരിയുമ്പോൾ സൂക്ഷിച്ച് ബ്രേക്ക് പിടിച്ച് തിരിയണം എന്ന് പറയുന്നതാണ് നിയന്ത്രണത്തിന്റെ തരം, അല്ല സൈക്കിൾ ചവിട്ടാതിരിക്കുന്നതല്ല. അപ്പൊ നമ്മൾ ഇത് പഠിക്കേണ്ടതുണ്ട്. അപ്പൊ നമ്മുടെ ഇണയെ തെരഞ്ഞെടുക്കാനുള്ള പാഠം കുട്ടിക്കാലത്തെ ആരംഭിക്കേണ്ടതാണ്. നമ്മൾ ഏത് പഠിക്കുന്ന, ജിംനാസ്റ്റിക്സ് പഠിക്കുന്നത് പോലെയും വയലിൻ പഠിക്കുന്നത് പോലെയും പഠിക്കേണ്ടതാണത്. മറ്റേത് അങ്ങനെയല്ല, നമ്മളെ വസ്തുക്കളാക്കി മാറ്റിയ സമൂഹത്തിന്റെ യുക്തികളാണത്. അവിടെയാണ് നിങ്ങളുടെ വികാരം കൊള്ളാത്തതാണെന്ന് പഠിപ്പിച്ചത്. കാരണം വികാരപരമായി നിങ്ങൾ ഇടപെട്ട് ഇഷ്ടമുള്ളവരെ തെരഞ്ഞെടുത്താൽ തെറ്റാണെന്ന് കാണുന്നത് കൊണ്ടാണ് വികാരം മോശമാണെന്ന് പഠിപ്പിച്ചത്. അല്ല, വികാരം മോശമായതുകൊണ്ടല്ല. നമുക്ക് ഇഷ്ടമുള്ള ആളുമായി യാത്ര ചെയ്തും പഠിച്ചും നോക്കിയും പരിശോധിച്ചും അറിഞ്ഞതിന് ശേഷമാണ് ഈ ആളാണ് എൻ്റെ ജീവിതത്തിൽ കഴിയേണ്ടത് എന്നറിയുന്ന പ്രോസസ് ഉണ്ട്. അതിന് ഈ ഇഷ്ടങ്ങളെല്ലാം ആവശ്യമാണ്. അപ്പൊ പ്രേമം അത്യാവശ്യമുള്ളതാണ്, ഇഷ്ടങ്ങൾ ആവശ്യമാണ്. നമുക്ക് നമ്മുടെ വികാരങ്ങളൊന്നും മോശമല്ല, വികാരങ്ങള് നിയന്ത്രിതമായി ഉപയോഗിക്കേണ്ടതാണ്. അത്രയേ ഉള്ളൂ പഠിക്കേണ്ടത്. വണ്ടി ഓടിക്കുന്നത് സ്പീഡിൽ ഓടിക്കാനാണ് നമ്മൾ വണ്ടി ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷെ ബ്രേക്ക് വെച്ചിരിക്കുന്നത് ഉരുണ്ട് വീഴാതെ ഇടിക്കാതെ ഇരിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പൊ അങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. നിയന്ത്രണം വേണ്ട എന്നല്ല അർത്ഥം. നിയന്ത്രിതമായി ഈ വികാരങ്ങൾ എങ്ങനെയാണ് ഉപയോഗിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഒരു വികാരവും ഇല്ലാത്ത ഒരു കാര്യമല്ല ബുദ്ധി. നമ്മൾ ഇന്ന് ഇമോഷണൽ ഇന്റലിജൻസ് എന്നുള്ള വാക്ക് പോലും ഉപയോഗിക്കാറുണ്ട്. ഞാൻ അതൊക്കെ ഈ തരത്തിൽ എന്ന് പറഞ്ഞാൽ പിരിച്ചു വെച്ച് മനസ്സിലാക്കിയ പഴയ സമൂഹത്തിനകത്തു നിന്നാണ് നമ്മളിത് പറയാൻ ബാധ്യത വരുന്നതുകൊണ്ടാണ്. അല്ലാതെ ബുദ്ധി എന്ന് പറയുന്നത് ഇതെല്ലാമാണ്. നമുക്ക് ഗട്ട് ഫീലിംഗ് എന്നൊക്കെ ആൾക്കാർ പറയും. ആദ്യകാലത്ത് നമ്മൾ ഒരാളെ തിരിച്ചറിയുന്നത് ഒരാളുടെ ശരീര ചലനങ്ങൾ കണ്ടിട്ടാണ്, മുഖത്തെ എക്സ്പ്രഷൻ അനുസരിച്ചിട്ടാണ്. മുഖം മനസ്സിന്റെ കണ്ണാടിയാണെന്ന് നമുക്ക് തിരിച്ചറിയാവുന്നതാണ്. ഇവിടെ നോക്ക്, എൻ്റെ കണ്ണിലേക്ക് നോക്ക്, കണ്ണിൽ കാണാൻ പറ്റും നമുക്ക് ഒരാളുടെ ചിന്തകൾ. ഇതൊക്കെ നമ്മൾ ഇതുപോലെ മനസ്സിലാക്കണം. അപ്പൊ ഇമോഷൻ എന്ന് പറയുന്നത് മോശമായത് കൊണ്ടല്ല. ഇമോഷൻ എന്ന് പറയുന്നതിനെ പണ്ട് മോശമായിട്ട് അവതരിപ്പിച്ചത് അവരുടെ തെരഞ്ഞെടുപ്പിനെ എടുക്കാൻ അത് ഇക്വിപ്പ് ചെയ്യുമെന്ന് അറിയുന്നത് കൊണ്ടാണ് ഇമോഷനെ മോശമായിട്ട് ചിത്രീകരിച്ചത്. ഇന്ന് നമുക്ക് നേരെ തിരിച്ചാണ് അത് മനസ്സിലാക്കേണ്ടത്. ഇന്ന് നമുക്ക് ഇമോഷൻ ഉണ്ട്, അത് നമുക്ക് ഒരാളെ ഇഷ്ടപ്പെട്ട ആളിന്റെ ക്വാളിറ്റി തിരിച്ചറിയുക എന്ന് പറയുന്ന ഡേറ്റിംഗ് എന്ന് ഇംഗ്ലീഷുകാർ വിളിക്കുന്ന ഇടപെട്ട് പരിചിതമാകുക എന്ന് പറയുന്ന പ്രോസസ്. എല്ലാ പ്രണയവും എന്ന് പറഞ്ഞാൽ അവരെ ഇണയാക്കി മാറ്റുക എന്നുള്ള അർത്ഥമല്ല. തെരഞ്ഞെടുക്കാനുള്ള ഉപാധിയായിട്ട് മാത്രം, തെരഞ്ഞെടുപ്പിനുള്ള മുന്നുപാധിയാണത്.
ഇഷ്ടമില്ലെങ്കിൽ പിന്നെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് വസ്തുക്കളെ തിരഞ്ഞെടുക്കുന്ന പോലെ അതില്ല, ഇണയല്ലത്. അപ്പൊ ഇണയോട് ഇഷ്ടം തോന്നണം, യാതൊരു സംശയവും വേണ്ട. പക്ഷെ അയാളോടൊത്താണോ ജീവിക്കേണ്ടത്, അവളോടൊത്താണോ അവനോടൊത്താണോ ജീവിക്കേണ്ടത് എന്ന് തെരഞ്ഞെടുക്കുന്ന പ്രോസസ്സിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അവിടെ ഇമോഷൻസ് മുഴുവൻ വേണം. അപ്പൊ നമുക്ക് തെരഞ്ഞെടുപ്പിനുള്ള ആദ്യകാലത്തെ ഒരു കാര്യം, നമ്മളിപ്പോ ഒരു കടയിലോട്ട് കയറി നമുക്ക് കണ്ടാൽ ഇഷ്ടമായി, പക്ഷെ അതെടുത്ത് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ പല കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ അത് വേണോ വേണ്ട എന്ന് തീരുമാനിക്കുന്നത്. അതാണ് തെരഞ്ഞെടുപ്പ്. ഒറ്റ നോട്ടത്തിൽ ഇഷ്ടപ്പെട്ടു, പക്ഷെ അതിന്റെ തുണി കൊള്ളത്തില്ല, അതുകൊണ്ട് ആ തുണി മേടിക്കണ്ട. അല്ലെങ്കിൽ ചെരുപ്പെടുത്തു, അതിന്റെ റബ്ബർ അത് കൊള്ളത്തില്ല, അല്ലെങ്കിൽ കാലിന് പറ്റുന്നില്ല, നമ്മൾ വേണ്ടാന്ന് വെക്കുന്നത്. പക്ഷെ ഇഷ്ടം തോന്നിയിരുന്നു. ഇതുപോലെയാണ് ആണായാലും പെണ്ണായാലും. അത് ആണോ പെണ്ണോ എന്നുള്ള കാര്യം പോലും അല്ല, നമ്മുടെ ഇണയെ തെരഞ്ഞെടുക്കുന്ന ഇഷ്ടം കൊണ്ട് തന്നെയാണ് തുടങ്ങേണ്ടത്, സംശയമേ വേണ്ട. അല്ലാതെ വികാരം മോശമാണെന്ന് പഠിക്കരുത്. വികാരം മോശമാണെന്ന് പഴയ കാലത്ത് ആൾക്കാർ പഠിപ്പിച്ചിരുന്നത് വികാരത്തിനടിപ്പെട്ട് ഇവർ പറയുന്ന നിയന്ത്രണത്തിന് നിൽക്കത്തില്ല എന്നറിയുന്നതുകൊണ്ടാണ് വികാരവിരുദ്ധമായ സാമൂഹികമായ എല്ലാ ആശയങ്ങളും നിൽക്കുന്നത്. നമുക്ക് പഠിക്കേണ്ടത് എങ്ങനെയാണ്? ആധുനിക പൗരബോധത്തിൽ വികാരങ്ങളെ എങ്ങനെയാ പഠിക്കേണ്ടത്? വികാരങ്ങൾ എത്ര നന്നായി നമ്മൾ ഉപയോഗിക്കാം, എങ്ങനെ നിയന്ത്രിതമായി ഉപയോഗിക്കാം എന്ന് പഠിക്കുക. അങ്ങനെയാണ്. അല്ലാതെ ഈ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ വികാരം ഒരു വശത്തും വിവേകം ഒരു വശത്തും അല്ല. അതിങ്ങനെ രണ്ടായിട്ട് പിരിഞ്ഞല്ല നിൽക്കുന്നത്. വികാരത്തിനെ ഏറ്റവും നന്നായി ഉപയോഗിക്കുക. നമുക്ക് ഇഷ്ടമുള്ള ആളിനെയാണ് നമ്മൾ പരിശോധിക്കുന്നത്, ഇഷ്ടമില്ലാത്ത ആളിനെ അല്ല പരിശോധിക്കുന്നത്. നമ്മുടെ പ്രേമമാണ് നമ്മുടെ ആദ്യത്തെ ഘടകം. ഇഷ്ടം തോന്നി, പക്ഷെ ബാക്കി ക്രൈറ്റീരിയ മുഴുവൻ നമുക്ക് വേണം. ഇയാൾ നമ്മൾ പലതരത്തിൽ പരിശോധിക്കുക. അങ്ങനെയാണ്, അതിനെയാണ് പ്രേമിച്ച് കൂടെ നടന്ന് നോക്കി കണ്ട് പല സന്ദർഭത്തിൽ വെച്ച് ഒരാളെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രണയങ്ങൾ. അങ്ങനെയാണ് പ്രണയം. അല്ല പ്രണയം എന്ന് പറഞ്ഞാൽ അയാളുടെ കൂടെ ജീവിക്കുക എന്നുള്ള അർത്ഥമല്ല. അങ്ങനെ തെറ്റിദ്ധരിക്കുന്നത് വഴിയാണ് ആളുകൾ തമ്മിൽ വയലന്റ് ആയിട്ട് പെരുമാറുന്നത്. ഡേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് സെലക്ഷൻ പ്രോസസ് മാത്രം. പ്രണയിക്കുക എന്ന് പറഞ്ഞാൽ സെലക്ഷൻ പ്രോസസ്സ് മാത്രം, അല്ലാതെ അവസാനത്തേതല്ലത്. അങ്ങനെയാ മനസ്സിലാക്കുക. ഞാനങ്ങനെ വികാരങ്ങള് മോശമാണ് എന്ന് ഉദ്ദേശിച്ചല്ല ചോദിച്ചത്. ഓക്കെയാണ് പറഞ്ഞതൊക്കെ. അപ്പൊ ചാറ്റ് ബോക്സിൽ ജേക്കബ് ജോഷി ഒരു ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട്. കമ്മ്യൂണിസം ആൻഡ് ഫെമിനിസം ഇത് രണ്ടും ഒരുമിച്ച് പോകുമോ? ആശയപരമായ ഒരു വൈരുദ്ധ്യം നിലനിൽക്കുന്നില്ലേ? കാരണം സ്വാതന്ത്ര്യമാണല്ലോ ഫെമിനിസ്റ്റ് മൂവ്മെന്റിന്റെ അടിത്തറ. കമ്മ്യൂണിസത്തിൽ അത് നൽകുന്നുണ്ടോ? ഇത് കമ്മ്യൂണിസോ ഫെമിനിസോ എന്നുള്ള ചോദ്യം ഇനിയിപ്പം മനുഷ്യർ ചോദിച്ചുകൂടാത്ത കാലത്താണ് സത്യത്തിൽ നിൽക്കുന്നത്. ഇത് രണ്ടും ആശയപരമായ ആശയങ്ങൾ, ഐഡിയോളജി എന്ന് നമ്മൾ പറയുന്നതാണ്. കമ്മ്യൂണിസ്റ്റ് ആശയത്തിനകത്ത് രൂപപ്പെടുമ്പോൾ അതിനകത്തെ കേന്ദ്രമായ വ്യക്തികളെ തൊഴിലാളി, പ്രൊളറ്റേറിയറ്റ് എന്നായിരുന്നു വിളിച്ചിരുന്നത്. ആ പ്രൊളറ്റേറിയറ്റ് തൊഴിലാളി എന്ന് വിളിക്കുമ്പോൾ അത് ആണാണോ പെണ്ണാണോ എന്ന് ഡിഫൈൻ ചെയ്യപ്പെട്ടിട്ടില്ലായിരുന്നു. അപ്പം തൊഴിലാളി എന്നുള്ള കോൺസെപ്റ്റ്, സങ്കല്പന, അത് വ്യക്തികളെ വ്യത്യസ്തമായിട്ട് എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നിന്ന് പണിയെടുത്തിരുന്നവരെ ഫാക്ടറിയിൽ വന്ന് പണിയെടുക്കുന്നവരായി മാറുമ്പോൾ ഉണ്ടായ ജോലി ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ തൊഴിലാളി എന്ന് വിളിക്കുന്നത്. പക്ഷെ അതിനകത്ത് അവരിലുള്ള സവിശേഷമായ വ്യത്യാസങ്ങളെ അതിനെ മറച്ചു വെക്കുന്ന ഒരു കോൺസെപ്റ്റാണ് അവിടെ. അതുകൊണ്ടാണ് ആണാണോ പെണ്ണാണോ, തൊഴിലാളി എന്നുള്ള വാക്കിനകത്ത് ആണാണോ പെണ്ണാണോ എന്നുള്ള ചോദ്യം ഇല്ലാതായിട്ട്. മാത്രമല്ല കറുത്ത തൊഴിലാളിയും വെളുത്ത തൊഴിലാളിയും അതിനകത്ത് ഇല്ലാതായിട്ട്. ഇതുകൊണ്ടാണ് ആദ്യമായിട്ട് ആൺ തൊഴിലാളിയും പെൺതൊഴിലാളിയും തമ്മിലുള്ള വ്യത്യാസങ്ങളെ അത് മറച്ചു വെച്ചിരുന്നത് കൊണ്ടാണ് ഫെമിനിസം ഉണ്ടാകേണ്ടി വന്നത്. അല്ലാതെ തമ്മിൽ വൈരുദ്ധ്യമായിരുന്നതല്ല. ഈ വ്യത്യാസം മറഞ്ഞിരുന്നതിനെ വിവൃതമാക്കുന്നതിന് പുറത്തേക്ക് കൊണ്ടുവരുന്നതാണ് ഫെമിനിസ്റ്റ് കാഴ്ചപ്പാട്. രണ്ടും തുല്യത തന്നെയാണ് പറയുന്നത്. പക്ഷെ തുല്യതയ്ക്കകത്ത് പറയുമ്പോൾ ഈ സങ്കല്പനത്തിനകത്ത്, കോൺസെപ്റ്റിനകത്ത് തൊഴിലാളി എന്ന് പറയുമ്പോൾ ആണാണോ പെണ്ണാണോ എന്ന്, ഇത് ആണിനെയും പെണ്ണിനെയും വ്യത്യസ്തമായി അവരുടെ പ്രശ്നങ്ങളെ നേരിടേണ്ടതുണ്ടെന്ന് പറയുന്ന പോയിന്റാണ് ഫെമിനിസത്തിനുള്ളത്. ആ ഫെമിനിസ്റ്റ് കോൺസെപ്റ്റിനകത്ത് പോലും വീണ്ടും
വ്യത്യാസങ്ങളെ കാണാതെ പോയത് കൊണ്ടാണ് കറുത്ത വർഗത്തിലുള്ള പെണ്ണിനെയും വെളുത്ത വർഗത്തിലുള്ള പെണ്ണിനും വ്യത്യാസങ്ങളുണ്ടെന്നും കറുത്ത തൊഴിലാളി ഉള്ളതുപോലെ കറുത്ത സ്ത്രീ ഉണ്ടെന്നും വെളുത്ത സ്ത്രീ ഉണ്ടെന്നുള്ള വ്യത്യാസം. അപ്പോഴാണ് വൈവിധ്യങ്ങളുടെ ഡിഫറൻസസിനെ കൂടെ കണക്കിലെടുത്ത് വേണം ഇത്തരത്തിലുള്ള കോൺസെപ്റ്റുകൾ വരേണ്ടതെന്ന് പറഞ്ഞ് വരുന്ന ആധുനികമായ കാഴ്ചകൾ ഉണ്ടായത്. അപ്പൊ ഫെമിനിസവും കമ്മ്യൂണിസവും മാത്രമല്ല ലോകത്തുള്ളത്, അതിനും ശേഷവും ആശയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതും കൂടെ ചേർത്ത് മനസ്സിലാക്കണം. അപ്പൊ വൈവിധ്യങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി ഈ സങ്കല്പനങ്ങളെ അഴിച്ചു പണിയേണ്ടതുണ്ട്. ഇന്ന് നമ്മള് ആണും പെണ്ണും എന്ന് പറയുന്നത് മാത്രമായിട്ടല്ലല്ലോ ഇന്ന് നമ്മൾ ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ടെന്ന് നമുക്ക് ഇന്നറിയാം. അപ്പൊ വൈവിധ്യങ്ങളുടെ സൂക്ഷ്മതകള്, അപ്പൊ LGBTQ പിന്നെ അപ്പുറത്തും ഒരു 4-5 അക്ഷരവും കൂടി ഇന്ന് വന്നിട്ടുണ്ട്. അപ്പം ആണും പെണ്ണും എന്ന് പറയുന്നതിന്റെ സങ്കല്പനം മാത്രമല്ല, തൊഴിലാളി വർഗവും എന്ന് പറയുന്നത് മാത്രമല്ല, ഈ പറയുന്ന കറുത്തവരുടെ പ്രശ്നങ്ങള്, ആദിവാസികളുടെ പ്രശ്നങ്ങള്, ദളിതരുടെ പ്രശ്നങ്ങള് ഒക്കെ സവിശേഷമായ വ്യത്യാസങ്ങളെ ഉൾക്കൊള്ളുന്ന പൗരബോധം വേണം എന്ന് നമ്മൾ കണ്ടെത്തുന്നത്. അപ്പൊ പല തരത്തിലുള്ള വ്യത്യാസങ്ങളെയും കൂടെ കണക്കിലെടുത്ത് വേണം ഇത്തരത്തിലുള്ള പൗരൻ എന്ന് വിളിക്കുമ്പോൾ അതാണാണോ പെണ്ണാണോ ട്രാൻസ്ജെൻഡർ ആണോ കറുത്തവനാണോ വെളുത്തവനാണോ അതുപോലെ തന്നെ മലയാളിയാണോ പഞ്ചാബിയാണോ, ഇങ്ങനെയുള്ള വ്യത്യാസങ്ങളെ കൂടെ എത്തനിസിറ്റി കൂടെ വേണം ഇന്ന് നമ്മൾ ഒരു പൗരനെ മനസ്സിലാക്കാനുള്ളത് എന്നറിയുന്ന ഏറ്റവും ആധുനികമായ ടൂളുകൾ ഉപയോഗിച്ചിട്ടാണ് ഞാനൊക്കെ ഇപ്പൊ ഇരുന്ന് സംസാരിക്കുന്നത്. അല്ലാതെ കമ്മ്യൂണിസവും ഫെമിനിസവും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് രണ്ടും മാത്രം, അത് പഴയ ടൂളുകളാണ്, പുതിയതുപോലും അല്ല. നമ്മുടെ നാട്ടിലേക്ക് ഫെമിനിസം വരുന്നേ ഉള്ളെന്ന് വിചാരിച്ച കാരണങ്ങളും അതൊരു പഴഞ്ചൻ ചരക്കാണ്. ആധുനികമായ ടൂളിനകത്ത് ഈ പറയുന്ന സകല വ്യത്യാസങ്ങൾ, അല്ലെങ്കിൽ വൈവിധ്യങ്ങളെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കി ഒരു പൗരബോധത്തിലേക്ക് വരുന്നത്, എങ്ങനെയാണ് മനുഷ്യനായിരിക്കുമ്പോൾ എസ്കിമോ തൊട്ട് ആദിവാസി തൊട്ട് നഗരത്തിനകത്ത് നിൽക്കുന്ന മനുഷ്യര് വരെയുള്ള പല വ്യത്യാസങ്ങൾ ഉൾക്കൊള്ളുന്ന പല ദേശ സംസ്കാരങ്ങൾ നിലനിൽക്കുന്നവർ ചേർന്നാണ് നമ്മൾ പറയുന്ന മനുഷ്യരുണ്ടാകുന്നതും പുതിയ പൗരന്മാര് രൂപപ്പെടുന്നതും. ആ പൗരന്മാരുടെ രൂപപ്പെടലെന്ന് പറഞ്ഞ എല്ലാത്തിനെയും എല്ലാ വൈവിധ്യങ്ങളെയും ഇല്ലാതാക്കുന്നതല്ല, എല്ലാ വൈവിധ്യങ്ങളെ അംഗീകരിക്കുന്നതാണ്. അത് നമ്മള് എന്താ പറയണ്ടേ, ഒരു കാലത്ത് ടൈപ്പ് റൈറ്റർ ഉണ്ടാക്കുന്ന സമയത്ത് അതിന്റെ പരിമിതി കൊണ്ട് നമ്മൾ അക്ഷരങ്ങളെല്ലാം, നമ്മുടെ മലയാള അക്ഷരങ്ങളെല്ലാം മുറിച്ച് നമ്മൾ കൊച്ചു കൊച്ചാക്കിയായിരുന്നു. പക്ഷെ ഇന്ന് നമുക്ക് വിൻഡോസ് ഉണ്ടാക്കാൻ, വിൻഡോസ് അല്ല, നമ്മുടെ കമ്പ്യൂട്ടർ ഉണ്ടാക്കാൻ കഴിഞ്ഞതോടെ ഏത് അക്ഷരവും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് വന്നതോടെ അന്നത്തെ പരിമിതികളെല്ലാം നമ്മൾ ബ്രേക്ക് ചെയ്തു. കൂട്ടക്ഷരങ്ങളെല്ലാം നമുക്ക് വീണ്ടും എഴുതാൻ പറ്റുന്നിടത്തായിട്ടുണ്ട്. ഇതുപോലെ തിരിച്ചറിയണം. അപ്പൊ വൈവിധ്യങ്ങളെ അംഗീകരിക്കാൻ പറ്റുന്ന ആധുനിക രീതിയാണ് ഇന്ന് അപ്പൊ നമുക്ക് മാർക്സിസമോ ഫെമിനിസമോ പോസ്റ്റ് മോഡേണിസമോ ഇതൊന്നുമല്ലാത്ത ആധുനികമായ രീതികൾ ഉപയോഗിച്ച് മനുഷ്യരെ കൺസീവ് ചെയ്യാനും അവരുടെ വൈവിധ്യങ്ങളെ നമുക്ക് ഒന്നിച്ച് ചേർത്ത് മനസ്സിലാക്കാനും, അങ്ങനെ വന്നപ്പോൾ നമ്മൾ പണ്ട് തള്ളിക്കളഞ്ഞിരുന്ന കണ്ണ് കാണാത്തവരെന്നും ചെവി കേൾക്കാത്തവരെന്നും ഒക്കെ വിളിച്ച് ഉപേക്ഷിച്ചിരുന്നവരെ ഇന്ന് ഡിഫറൻ്റ്ലി ഏബിൾഡ് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുകയും ആണും പെണ്ണും മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുകയും രണ്ടും കെട്ടവരെന്ന് വിളിച്ചിരുന്ന ആളുകളെ ഇന്ന് ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ട് മനസ്സിലാക്കുകയും ആണും പെണ്ണും എന്ന് പറയുന്ന ഒരു സ്പെക്ട്രമായിട്ട് മനസ്സിലാക്കുന്ന, ഒരു മഴവില്ല് പോലെ മനസ്സിലാക്കുന്ന കാലത്താണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ ഫെമിനിസവും കമ്മ്യൂണിസവും തമ്മിലുള്ള ചോദ്യം മാത്രമായിട്ടൊന്ന് റെഡ്യൂസ് ചെയ്യാൻ ഇന്ന് പറ്റത്തില്ല. വൈവിധ്യങ്ങളെ മുഴുവൻ മനസ്സിലാക്കുകയും വൈവിധ്യങ്ങൾ എന്ന് പറയുന്നതാണ് ഒന്നിൽ നിന്ന് വിവിധങ്ങളായ രീതിയിലേക്ക് ജീവൻ വികസിച്ച പ്രപഞ്ചത്തിലാണ് നമ്മളുള്ളത്. വൈവിധ്യങ്ങളെ ഇല്ലാതാക്കുന്ന യുക്തികളല്ല ഇന്നുള്ളത്. എല്ലാ അവസാനത്തെ, അതുകൊണ്ടാണ് നമ്മൾ സീഡ് കുറച്ച് വിത്തുകൾ മാത്രം സൂക്ഷിക്കുന്ന യുക്തികളല്ല ഇന്നുള്ളത്. അപ്പോഴാണ് ജനിതകമായിട്ടുള്ള തന്നെ നമ്മൾ കാണുന്നത് ഇതെല്ലാം സംരക്ഷിക്കണമെന്ന് കാണുന്നത്. വൈവിധ്യങ്ങളെ സംരക്ഷിക്കുന്ന യുക്തിയാണ് ആധുനിക സമൂഹത്തിന്റെ. അതുകൊണ്ട് ഏതെങ്കിലും രണ്ട് സ്ട്രീം, ഫെമിനിസമെന്നോ മാർക്സിസമെന്നോ അല്ലെങ്കിൽ പഴയ കാലത്ത് വെറുതെ കമ്മ്യൂണിസമെന്നോ മാത്രം വിളിച്ചിരുന്ന തോട്ട് പ്രോസസ്സോ അത്തരത്തിലുള്ള ആശയപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല ഇന്ന് നമ്മൾ ഈ ലോകത്തിനെ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്നത്.
അതുകൊണ്ട് അത്തരത്തിലുള്ള റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ തൊഴിലാളി വർഗം എന്ന് വിളിക്കുമ്പോൾ ആണിനെയും പെണ്ണിനെയും അതിനകത്ത് ഇല്ലാതായി പോകുന്നത്, അല്ലെങ്കിൽ കറുത്തവനും വെളുത്തവനുമുള്ള പ്രശ്നങ്ങൾ ഇല്ലാതായി പോകുന്നവനെ ഇന്ത്യക്കാരനും ചൈനക്കാരനെയും അതിനകത്ത് കാണാതെ പോകുന്നത്, വൈവിധ്യങ്ങളെ അംഗീകരിച്ചുകൊണ്ട് ഒന്നിച്ചു നിൽക്കുന്ന യുക്തിയാണ് ഇന്ന് നമുക്കുള്ളത്. അങ്ങനെ അതിനെ മനസ്സിലാക്കാം. അടുത്ത ചാറ്റ് ബോക്സിൽ അഭയ മോഹൻ ഇട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു ഉത്തരത്തിൽ തന്നെ ഒരുപാട് മെൻഷൻ ചെയ്തു മൈത്രേയൻ അതിന്റെ ഉത്തരം കൂടെ. എന്നാലും ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ചോദിക്കുകയാണ്, ക്യാൻ എ റിലീജിയസ് പേഴ്സൺ ടു ബി എ ഫെമിനിസ്റ്റ് ഇൻ റിയൽ സെൻസ്? മതവിശ്വാസിയായ ഒരാൾക്ക് സാധിക്കത്തില്ല. നമ്മൾ മനസ്സിലാക്കാനുള്ളത് പ്രജാബോധമാണത്. മതവിശ്വാസം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് നമ്മൾ തുല്യ പൗരന്മാരാണ്. അതിന്റെ മുകളിൽ വിശ്വാസത്തെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രജകളായി മാറാനേ പറ്റൂ. ഇതുകൊണ്ടാണ് നമ്മൾ ഈ രാമക്ഷേത്രം ഉണ്ടാക്കുന്നതിനെ എതിർക്കാൻ ബാധ്യത വരുന്നത്. കാരണം അത് വിശ്വാസത്തിനെ പ്രതിഷ്ഠിക്കും. എന്ന് പറഞ്ഞാൽ പൗരബോധം ഉണ്ടാക്കുക എന്ന് പറയുന്നത് നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള കഴിവുള്ളവരാണ്. പൗരർക്ക് അവകാശങ്ങളുണ്ട്. അവകാശമുള്ള പൗരന് ഉത്തരവാദിത്വമുണ്ട്. ഉത്തരവാദിത്വമുള്ള പൗരന് കടമകളുണ്ട്. പ്രജയ്ക്ക് ആകെ ഒന്നേ ഉള്ള ആവശ്യം അനുസരണ മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും ആവശ്യമില്ല. പറഞ്ഞാ കേട്ടാ മതി. ടു ഡു ഓർ ഡൈ, അത്രയേ ഉള്ളൂ. നമ്മൾ നോട്ട് ടു ആസ്ക് വൈ എന്നാണ്, ചോദിക്കേണ്ട കാര്യമേ ഉള്ളൂ. മറ്റേതങ്ങനല്ല. സ്വന്തമായി തെരഞ്ഞെടുക്കുക എന്ന് പറയുന്ന കാര്യമാണ് അവകാശം. അതുകൊണ്ട് പൗരബോധമുള്ള ആളുകൾക്ക് എന്ന് പറഞ്ഞാൽ മതവിശ്വാസത്തിനല്ല, പൗരനായിട്ടിരിക്കുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അടിയിൽ തുല്യരായിരിക്കുന്നതിന് അവകാശമുള്ള ഒരാളിന് ദൈവവിശ്വാസി ആകാൻ സാധിക്കുക. ദൈവം നമ്മളിങ്ങനെ ആൾക്കാർ, എൻ്റെ അമ്മയും അച്ഛനും അങ്ങനെ വിശ്വസിച്ചിരുന്നവരാണ് എന്ന് മനസ്സിലാക്കാമെന്നുള്ളത്, വൈവിധ്യങ്ങളെ നമ്മൾ ഉൾക്കൊള്ളുന്നതുകൊണ്ട് അവരങ്ങനെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടെങ്കിലും പൗരബോധവും പ്രജാബോധവും ഒരുപോലെ കൊണ്ടുപോകാൻ നമുക്ക് കഴിയില്ല. അങ്ങനെ അതിനെ മനസ്സിലാക്കുന്നു. പ്രജാബോധമുള്ളവർ അവിടെ ഉണ്ട്. നമ്മുടെ അമ്മയും അച്ഛന്മാരും എല്ലാം പ്രജാബോധമുള്ളവർ. അതുകൊണ്ട് അവരുടെ അനുസരണയെ പറ്റിയായിരിക്കും നമ്മളിത് പറയുന്നത്. പണ്ട് സ്വന്തമായി തീരുമാനം എടുക്കുന്നവരെ താന്തോന്നികൾ എന്നായിരുന്നു വിളിക്കുന്നത്. ഇന്ന് നമ്മൾ ആവശ്യമായ സ്വബോധം, സ്വന്തമായി തീരുമാനമെടുക്കാൻ കഴിവുള്ളവരാക്കി മാറ്റുന്നതാണ് ആധുനിക വിദ്യാഭ്യാസം. ഇതുകൊണ്ടാണ് വീടുകളിനകത്ത് കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത്. ആ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത് അനിവാര്യമാണ്. അത് നമുക്ക് ആ ലെവലിൽ അതങ്ങനെ തീരത്തില്ല. പക്ഷെ സ്വതന്ത്രമായി തെരഞ്ഞെടുക്കാൻ കഴിവുള്ളവരായി നമ്മൾ മാറേണ്ടതുണ്ട്. അതിനുള്ള എക്വിപ്ഡ് ആകുക എന്നുള്ളതാണ്. ഇതിപ്പോ എന്ത് പറ്റും കഴിഞ്ഞാൽ പൗരനായിട്ട് മാറാൻ സ്കൂളിൽ പഠിപ്പിച്ചിട്ട് വീട്ടിൽ വന്ന് പ്രജയായി ജീവിക്കും. അതാണ് ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ പറയൂലേ, ഇപ്പൊ മതങ്ങൾ ഉണ്ടാക്കിയത്, മതഗ്രന്ഥങ്ങൾ ഉണ്ടാക്കിയത് ഒക്കെ പുരുഷനാണ് എന്നുള്ള ഒരു ബോധത്തില് മതത്തിൽ നിന്നുകൊണ്ട് തന്നെ അതിനെ മാറ്റാൻ ശ്രമിക്കുക, അങ്ങനെയൊക്കെ പറയൂലേ, ഫെമിനിസ്റ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റും? അതിനെ കുറിച്ച് നമ്മളത് പറയുന്നത് എക്സിസ്റ്റ് ചെയ്യുന്ന റിയാലിറ്റി അങ്ങനെയാണെന്നറിഞ്ഞ്, ഇപ്പൊ നമുക്ക് ഞാൻ മതത്തിലും ഇല്ല ജാതിയിലും ഇല്ല എന്ന് പറഞ്ഞിട്ട് ജനിക്കാൻ ഒരു വീട് തിരഞ്ഞെടുക്കാൻ പറ്റുമോ? ഇതിലേതെങ്കിലും ഒരു വീട്ടിലേ ജനിക്കാൻ പറ്റുമോ? ഏതെങ്കിലും മതത്തിലോ ജാതിയിലോ ഏതെങ്കിലും ഭാഷ പറയുന്നവരോ ഏതെങ്കിലും നാട്ടിലോ ഒക്കെ അല്ലേ ജനിക്കാൻ പറ്റൂ. അതുകൊണ്ട് അത് റിയാലിറ്റി അക്സെപ്റ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അതങ്ങനെ പറയുന്നത്. ഇപ്പൊ മതത്തിലും ജാതിയിലും ഒക്കെ ജനിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ അമ്മയും അച്ഛൻ്റെ വീട്ടിലാണ് നമ്മൾ ജനിക്കുന്നത്. അവിടെ ജനിക്കുന്നവരെ യാഥാർത്ഥ്യം അക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇത് മാറ്റുന്നത്. പക്ഷെ ആധുനിക ബോധം എന്ന് പറയുന്നത് പൗരബോധമാണ്. തെരഞ്ഞെടുക്കുന്നവരാണ്. സ്വന്തമായ സ്വതന്ത്രമായ വ്യക്തികളായി തുല്യരായ പൗരന്മാരെ. മറ്റേത് തട്ടുതട്ടായി നിന്നിരുന്ന സമൂഹമാണ് മതത്തിനകത്തുള്ളത്. ഹെറാർക്കിക്കലാണ്. അങ്ങനെ അല്ലാത്ത ആധുനിക സമൂഹം നിർമ്മിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. പക്ഷെ അത് ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കുന്ന കാര്യമല്ലാത്തത് കൊണ്ടാണ് നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിന്നുകൊണ്ട് അവിടുത്തെ ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ നിൽക്കാനൊക്കൂ. അപ്പൊ നിങ്ങൾ ജനിക്കുന്നത് ഏതെങ്കിലും വീട്ടിലേ പറ്റൂ. ആണായിട്ടോ പെണ്ണായിട്ടോ ഒക്കെ തന്നെയല്ലേ ജനിക്കാൻ പറ്റൂ. മലയാളിയായിട്ടോ തമിഴനായിട്ടോ ജനിക്കാൻ പറ്റുള്ളൂ. ഏതെങ്കിലും ജാതിബോധത്തിലുള്ള വീട്ടിലേ ജനിക്കാൻ പറ്റുള്ളൂ.
ഏതെങ്കിലും മതബോധത്തിലുള്ള ഒരാളായിട്ടേ ജനിക്കാൻ പറ്റുള്ളൂ. അത് അക്സെപ്റ്റ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ആധുനിക സമൂഹ നിർമ്മാണത്തിന് നമ്മളിപ്പോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ് ഉപയോഗിക്കുന്നത് ഇന്ത്യയിലാണെങ്കിൽ. അപ്പോൾ തെരഞ്ഞെടുക്കുന്ന എല്ലാ സമൂഹത്തിനകത്തും കോൺസ്റ്റിറ്റ്യൂഷൻ വരും. ആ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഉപയോഗിച്ചിട്ടാണ്, അല്ലാതെ പഴയ കാലത്തെ ബൈബിളോ ഖുറാനോ അല്ലെങ്കിൽ മനുസ്മൃതിയോ അല്ലെന്നുണ്ടെങ്കിൽ ഭഗവത്ഗീതയോ ഒന്നും ഉപയോഗിച്ചിട്ടല്ല നമ്മൾ ഇന്നത്തെ ആധുനിക സമൂഹ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. അത് പഴയ കാലത്തെ ആളുകൾ അത് വായിച്ച് പഠിച്ചാണ് അത് പ്രാക്ടീസ് ചെയ്ത് അവർ ജീവിച്ചിരുന്നത്. അവരത് ശരിയാണെന്ന് വിചാരിക്കുന്നത് രാജാവിന് വേണ്ടി ജീവിക്കുന്നവരായതുകൊണ്ടായിരുന്നു. അപ്പൊ തട്ടുതട്ടായി അന്നത്തെ സമൂഹം നിർമ്മിച്ചിരുന്നത് രാജാവിന് കൊട്ടാരം ഉണ്ടാക്കാനാണ്. അല്ലാതെ ചുറ്റുപാടുമുള്ള, അന്ന് രാജാവ് കൊട്ടാരത്തിൽ കഴിയുമ്പോൾ നമ്മളെല്ലാം കുടിലിലാ കഴിഞ്ഞിരുന്നത്. അത് അങ്ങനെ ഒരു സമൂഹത്തിനെ അല്ല നമ്മൾ ഇന്ന് സങ്കല്പിക്കുന്നത്. തുല്യ പൗരത്വം ഉണ്ടാകുന്ന സമരായ മനുഷ്യരെ നിർമ്മിക്കുന്ന പ്രക്രിയയിലാണ്. പക്ഷേ പഴയ ലോകത്താണ് നമുക്ക് ജനിക്കാൻ പറ്റൂ. അതുകൊണ്ട് അത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അതിനെ ട്രാൻസ്ഫോം ചെയ്യുന്ന പ്രവൃത്തിയിലാണ് ഏർപ്പെടുന്നത്. അതുകൊണ്ടാണ് അത് അങ്ങനെ പറയേണ്ടി വരുന്നത്. നമ്മൾ ഇതിങ്ങനെയൊക്കെ ഇരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എങ്ങനെ മാറ്റാം. അപ്പൊ ഓരോ ആളിനും അവരുടെ റിയാലിറ്റിയിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം ചെയ്യുക. പക്ഷെ അതിനെ നമ്മൾ അളക്കുന്ന അളവുകോല് ഇന്ത്യൻ ഭരണഘടനയാണ്. അത് വെച്ചിട്ട് വേണം മനസ്സിലാക്കാൻ. നമുക്കിപ്പോ സമയം 9:30 കഴിഞ്ഞിട്ടുണ്ട്. 9:32 ആയിട്ടുണ്ട്. ഒരു 1 hour സെക്ഷൻ ആയിരുന്നു നമ്മൾ വിചാരിച്ചിരുന്നത്. മതി, നിർത്താം. നമുക്കിത് നിർത്തുന്നോണ്ട് എന്താ കുഴപ്പം? ഒരു കാര്യം, ഒരു ലോകത്ത് എന്നും നമ്മളെല്ലാം പറഞ്ഞു തീർക്കുന്ന ലോകമൊന്നും ഇല്ല. ഞാനിപ്പോ പറഞ്ഞത് തന്നെ നിങ്ങൾക്ക് കുറെ ദിവസം ആലോചിക്കാനും വേണ്ടിയുണ്ട്. അത് ചെയ്താൽ മതി. ഡിസ്കഷൻ ഒക്കെ കഴിഞ്ഞ് പിന്നെ എന്നെ ഇതുപോലെ വിളിക്കുക, അപ്പോഴും പറയാം. അപ്പൊ ചാറ്റ് ബോക്സിൽ ഇനി ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് കാണും, അതൊരിക്കലും അവസാനിക്കത്തില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു അവസാനമായിട്ട് ലിവിങ് ടുഗദറിനെ കുറിച്ചൊക്കെ ഒരുപാട് പേർക്ക് അറിയണം എന്ന് ആഗ്രഹം ഉണ്ടാവും. എങ്ങനെ ആയിരിക്കും, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ. ഇപ്പൊ അതിന്റെ ഒരുപാട് ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും ലിവിങ് ടുഗദറിലായിരിക്കുമ്പോൾ എങ്ങനെയാണ് ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അറിയണമെന്നുണ്ടാകും. അതും കൂടെ പറഞ്ഞിട്ട് വൈൻഡ് അപ്പ് ചെയ്യാന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, മൈത്രേന്റെ അടുത്ത് ചോദിക്കാതിരിക്കുന്നത് മോശമാണ്. അല്ല, എന്നോട് ഞാനിത് ധാരാളം ആളുകള് എന്റെ ജീവിതത്തിനകത്ത്, എന്റെ യൗവനകാലത്ത് അവര് വിവാഹിതരായ ആളുകൾ അവരുടെ വിഷമങ്ങളും പ്രശ്നങ്ങളും പറയുമ്പോൾ അതിനൊക്കെ എന്ത് പരിഹാരമുണ്ടെന്ന് ഞാനും ആലോചിക്കുന്നത് വഴിയാണ്. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളും ശരിയായതായതുകൊണ്ടൊന്നും അല്ല, ചെയ്തു നോക്കിയതാ. അങ്ങനെയാണ് ഞാനൊക്കെ അത് ചെയ്തത്. അപ്പം സ്വന്തമായി ഉത്തരവാദിത്വം ഉണ്ടെന്ന് പരിപൂർണ ബോധ്യമുള്ള ആർക്കും ലിവിങ് ടുഗദർ എന്ന് പറയുന്ന സമ്പ്രദായം ഉപയോഗിക്കാം. പക്ഷെ അങ്ങനെ സ്വയം അത്രത്തോളം ഉത്തരവാദിത്വത്തോടെ പെരുമാറത്തില്ല എന്ന് തോന്നുന്നവർ കണിശമായിട്ടും അക്കൗണ്ടബിലിറ്റി നമുക്കില്ല, അങ്ങനെ ഞാൻ എല്ലാ സമയത്തും ഞാൻ അങ്ങനെ ആകത്തില്ല എന്നുണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യണം, വിവാഹം രജിസ്റ്റർ ചെയ്യണം. അത്രയും ചെയ്താൽ മതി. അത് ഈ ലിവിങ് ടുഗദറിൽ നിന്ന് വലിയ അന്യമല്ല. പക്ഷെ രണ്ടുപേരും തെരഞ്ഞെടുക്കണം. പഴയ അമ്മയും അച്ഛനും പറയുന്ന അറേഞ്ച്ഡ് മാരേജിനകത്ത് പോവുക എന്ന് പറയുന്നത് ഈ പറയുന്ന പൗരബോധത്തിന് നിരക്കുന്നതല്ല. ഇന്നും നമ്മളെ പോലെ വിദ്യാഭ്യാസ സമ്പന്നരായ മനുഷ്യർ മുഴുവനും സ്വന്തമായി തെരഞ്ഞെടുക്കാതെ പഴയ അറേഞ്ച്ഡ് മാരേജിനകത്ത് ശരിയാണെന്ന് വിചാരിച്ചിട്ട്, അമ്മയുടെ അച്ഛന്റെ അനുവാദം വേണം. നിങ്ങൾ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് പാലം ഉണ്ടാക്കാൻ അമ്മയുടെ അച്ഛനോടും ചോദിക്കാറുണ്ടോ? ഹാർട്ട് ഓപ്പറേഷന് പഠിച്ച ഒരു ഡോക്ടർ പോയിട്ട് ഹൃദയം എങ്ങനെയാണെന്നുള്ള അമ്മയോടും അച്ഛനോടും ചോദിച്ചിട്ടാണോ ചെയ്യുന്നത്? ഒന്നും അല്ല. സ്വന്തം ഇണയെ തിരഞ്ഞെടുക്കാനാ വീട്ടിലെ അമ്മയ്ക്കും അച്ഛനെ അറിയത്തുള്ളൂ എന്ന് പറയുന്നത് എത്ര അസംബന്ധമാണ്. ബാക്കി IAS കാരനായിട്ട് നാട് മുഴുവൻ ഭരിക്കാം, അപ്പോഴും വീട്ടിലെ സ്വന്തം ഇണയെ തിരഞ്ഞെടുക്കും. അത് അവിടെയാണ് ഞാൻ എന്താണ് ഈ നടക്കുന്നതെന്ന് അറിഞ്ഞുകൂടാത്ത തൊഴിലാളികൾ, ആളുകൾ പഠിക്കുന്നത് ഒരിക്കലും സ്വന്തം തെരഞ്ഞെടുപ്പിന് ഏബിളായി മാറാത്തത് കൊണ്ടാണ്, അവരുടെ പണിയായിട്ട് മനസ്സിലാകുന്നത് കൊണ്ടാണ്, അവരുടെ വ്യക്തിത്വമായിട്ട് അതിനെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ആ തെരഞ്ഞെടുപ്പിനുള്ള എബിലിറ്റി അവർ നഷ്ടപ്പെടുത്തുന്നത്. അമ്മയ്ക്കും അച്ഛനും നമ്മളത്ര അറിയില്ല. അവര് പഴയ ലോകത്ത് പ്രജകളായി കഴിയുന്നവരാണെന്ന് നമ്മൾ അറിയണം. അവരുടെ സ്വത്തൊന്നും അടിച്ചുകൊണ്ട് പോകരുത്. നിങ്ങൾക്ക് എല്ലാം വിദ്യാഭ്യാസം ലഭിച്ചവരാണ്, അതിനകത്തുനിന്ന് എടുത്താൽ മതി. അമ്മയ്ക്കും അച്ഛനും അവരുടെ സ്വത്ത് ഈ അമ്മയും അച്ഛനും പറയുന്ന നിലവാരത്തിൽ വീണ്ടും അധപ്പതിച്ച് പ്രജകളായി കല്യാണം കഴിക്കുന്നവരായി. കല്യാണം എന്ന് പറയുന്നത് തെറ്റാണെന്നല്ല പറഞ്ഞത്,
അറേഞ്ച്ഡ് മാരേജിന്റെ കാര്യമാണ് ഞാൻ. സ്വന്തമായിട്ട് രജിസ്റ്റർ ചെയ്യണം. പക്ഷെ രജിസ്ട്രേഷൻ ഇല്ലെങ്കിലും എനിക്ക് ഉത്തരവാദിത്വം ഉണ്ടെന്ന് ബോധ്യമുള്ളവർക്ക് ലിവിങ് ടുഗദർ ആകാം, ഒരു കുഴപ്പമില്ല. പക്ഷെ രണ്ടിലും തെരഞ്ഞെടുപ്പ് നമ്മുടേതായിരിക്കണം. അതാണ് അതിന്റെ ശരി. ആ തെരഞ്ഞെടുപ്പിൻ്റെതായ യുക്തികൾ വരുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ഇണയുമായി ജീവിക്കാൻ പോകുമ്പോൾ ഒരു സെലിബ്രേഷൻ നമുക്ക് ആവശ്യമാണെന്ന് ബോധ്യമാണെങ്കിൽ അമ്മയും അച്ഛനെയും നാട്ടുകാരെയും എല്ലാം വിളിച്ചൊരു കാപ്പി കൊടുക്കണം, അത്രയേ ഉള്ളൂ. അതിന് പകരം അവര് എന്റെ മോൻ കല്യാണം കഴിക്കുന്നു, എന്റെ മോള് കല്യാണം കഴിക്കുന്നു കത്തടിച്ച് നാട്ടുകാർക്ക് കൊടുത്ത് അവരെ വിളിച്ച് അവര് കല്യാണം കഴിപ്പിക്കുന്നത് പഴയ ജാതികളെയും പഴയ മതക്കാരെയും പഴയ സമ്പത്തും കുടുംബത്തിനെയാണ് അവര് കല്യാണം കഴിപ്പിക്കുന്ന, വ്യക്തികളെ അല്ല. ആധുനിക പൗരബോധത്തിനകത്ത് വ്യക്തികളാണ്. അതുകൊണ്ട് നിങ്ങൾ തെരഞ്ഞെടുത്ത് നിങ്ങളുടെ കല്യാണത്തിന് നിങ്ങളുടെ അമ്മയും അച്ഛനെയും നാട്ടുകാരെയും വിളിച്ച് ചെയ്യണം. കല്യാണം കഴിക്കുന്നതല്ല ലിവിങ് ടുഗദർ തമ്മിൽ അകലമൊന്നുമില്ല, ഉത്തരവാദിത്തത്തിനകത്ത് മാത്രമാണ്. സ്വന്തമായ ഉത്തരവാദിത്തം കൊണ്ട് വേറൊരാൾ പറയാതെ തന്നെ ഞാൻ ഉത്തരവാദിത്തപ്പെട്ട് നാട്ടിലെ ഗവൺമെന്റിന്റെ സാക്ഷി ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഉത്തരവാദിത്തം ഉള്ളൂ എന്ന് ബോധ്യം ഉണ്ടെങ്കിൽ അവര് വിവാഹം കഴിച്ചാൽ മതി. അങ്ങനെയല്ല, സ്വന്തമായ ഉത്തരവാദിത്തം ഉണ്ടെന്ന് സ്വയം ബോധ്യമുള്ളവർക്ക് ലിവിങ് ടുഗദർ ആകാം, അത്രയും. വേറെ വ്യത്യാസമൊന്നുമില്ല ഇത്. അപ്പൊ നമുക്ക് ഡിസ്കഷൻ ഇവിടെ നിർത്താം. അപ്പൊ താങ്ക് യു മൈത്രേയൻ, ഇത്രയും സമയം നമ്മുടെ അടുത്ത് ഒരുപാട് സംശയങ്ങൾക്കെല്ലാം മറുപടി പറഞ്ഞതിന്. അപ്പോ ഈ സൂം പ്ലാറ്റ്ഫോം നമുക്ക് നൽകിയത് സതീഷ് കുമാർ സാറായിരുന്നു, CET ആയിട്ടുള്ള ടോപ്പിക്കിന്റെ നമ്മൾ അപ്പൊ സദാചാരത്തെ കുറിച്ചും എല്ലാത്തിനെയും ചരിത്രപരമായിട്ടും ബയോളജിക്കലായിട്ടും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതിന് ഒരുപാട് നന്ദിയുണ്ട് മൈത്രേയനോട്. അപ്പോ നമുക്ക് ഇവിടെ നിർത്താം. എല്ലാവർക്കും പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. സെക്ഷൻസ് കഴിഞ്ഞിട്ടില്ല, ഇനിയും ഉണ്ടാവും സെഷൻസ്. അപ്പൊ എല്ലാവരും പങ്കെടുക്കുക. എല്ലാവർക്കും ലീവ് ചെയ്യാം. താങ്ക് യു. ഓക്കെ, ഗുഡ് നൈറ്റ്.